ഇവിടെ പിടിച്ച് ചോദ്യം ചെയ്ത കുറെ കാര്യങ്ങൾ അറിയാൻ പറ്റും. ഇവളാണ് അതിന്റെ പുറകിലുള്ള മെയിൻ കക്ഷി ആദ്യം തൊട്ടേ എന്നൊക്കെ അവൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഇന്ന് അവര് ഇന്റർവ്യൂ കൊടുത്തേക്കണ ഒരു രീതി അത്ര ശരിയായിട്ട് എനിക്ക് തോന്നിയില്ല കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ അവര് പത്രസമ്മേളനം നടത്തിയിട്ട് പറയണമായിരുന്നു. ഇത് ഒരു ചാനലിന് മാത്രമല്ലേ കൊടുക്കണത്. ഒരു പത്രസമ്മേളനം നടത്തിയിട്ട് അതിന് പറയാറുന്നതിന് കുറച്ചുകൂടി നമുക്ക് ജെന്യൂനിറ്റി ആയിട്ട് നമുക്ക് തോന്നിയേനെ. അപ്പൊ പത്രക്കാർക്ക് ഇത് ജെനുവില്ലെന്ന് പറഞ്ഞാൽ ഇത് എനിക്ക് തോന്നുന്ന ജോയി ഇവരെ കുറിച്ച് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. ബാലുച്ചേട്ടനെ മനഃപൂർവ്വം ഇല്ലാതാക്കിയതാണെന്ന് തോന്നുന്നുണ്ടോ? അയാൾ ഉറങ്ങിക്കിടക്കുന്ന അവസ്ഥയില്ല. എന്നിട്ട് കൈ ഇങ്ങനെ പിടിച്ചിട്ട് അപ്പുറം ഇപ്പുറം കിടത്തിയിട്ട് ഇടിക്കണയാണ്. കാരണം രണ്ട് സൈഡിൽ നിന്ന് മാറി നിന്ന് ഇടിക്കണം. സ്കോർപ്പിയോയിൽ വന്ന ആൾ സ്കോർപ്പിയോയുടെ നടുവ് ഡോർ തുറന്നിട്ട് ലിവർ എടുത്തിട്ട് ഈ വണ്ടിയുടെ ബാക്ക് ചില്ല അടിച്ചു പൊട്ടിച്ചു. എന്തെങ്കിലും ഒരു മൃതപ്രായ അവസ്ഥയിലേക്ക് ആക്കിയിടണം എന്ന് ധരിച്ചിട്ടുണ്ടാവണം. മരിച്ചത് അവരുടെ ഭർത്താവും മകളുമാണ്. അപ്പോൾ അവരല്ലേ ഇതിനു വേണ്ടിയിട്ട് മുൻകൈയിട്ട് ഇറങ്ങേണ്ടത്. ഒരു 6 വർഷമായിട്ട് ഡിപ്രഷൻ സ്റ്റേജിലാണ്, ആരോടും മിണ്ടായിരിക്കുമായിരുന്നു എന്ന് പറയുന്നതിനോട് ചേട്ടൻ എന്താ? ഇന്ന് മനോരമയിൽ അവരുടെ വീഡിയോ കണ്ടില്ലേ? അവരുടെ ബോഡി ലാംഗ്വേജ് എങ്ങനെയുണ്ട്? ഈ 6 വർഷം ഡിപ്രഷനായിട്ട് ഇരുന്ന ആളുടെ ആണോ ബോഡി ലാംഗ്വേജ് ആണെന്ന് ഇപ്പം നമ്മളെ കാണുന്നത്. അവർക്ക് ഈ കേസിനെ കുറിച്ച് എല്ലാം അറിയാം. ഇൻവോൾവ് ആയിരുന്നിരിക്കാം, അല്ലെങ്കിൽ ആരെങ്കിലും വലയത്തിലായിരുന്നായിരിക്കും അവർ. ഇപ്പം ബാലുച്ചേട്ടന് സ്വർണ്ണക്കടത്തുമായിട്ട് ബന്ധമുണ്ടോന്നാണോ സാർ ഇങ്ങനെ പുറമെ പറയുന്ന കേട്ടോ? അരുത കാണാൻ പാടില്ലാത്തതെന്തോ കണ്ടു. അതെ, അതിനുള്ള മറുപടി ഞാൻ പറഞ്ഞു, അവർ പറയട്ടെ. അതേപോലെ തന്നെ ബാലുച്ചേട്ടൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടാണ് സ്റ്റീഫൻ ദേവസി. പുള്ളിക്കാരനെല്ലാം അറിയായിരുന്നു. പുള്ളിക്കാരനും മിണ്ടാതിരിക്കുന്ന തന്നെയാണോ? 25 കിലോ സ്വർണത്തിന് എന്ത് വില കിട്ടും? ഇപ്പം 30 കോടി. കഴിഞ്ഞ ആഴ്ച എൻ്റെ ഓഫീസിൽ കൊണ്ടുവന്ന് എൻ്റെ മാനേജറെ കാണിച്ചാൽ ഇത് ഞാൻ സ്ഥലത്തില്ല, ഇത് മേടിച്ചിട്ട് കാര്യങ്ങൾ അവസാനിപ്പിക്കാം. അവർ വിളിച്ചപ്പോൾ അതിൽ ജോയി കഴിഞ്ഞ ദിവസം ചാനലിൽ പറഞ്ഞ് ലക്ഷ്മി വിളിച്ചപ്പോൾ ലക്ഷ്മി പറഞ്ഞു ബാലുവിൻ്റെ കുറേ ആക്രി സാധനങ്ങൾ ഇവിടെ ഇരിപ്പുണ്ട്, അതൊക്കെ ഒന്ന്. അപ്പം ബാലുവിൻ്റെ വീട്ടിലേക്ക് വന്നില്ലെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അവനായാലും ചത്തില്ലേ, അവൻ്റെ കുറേ ആക്രി സാധനങ്ങൾ അവിടെ ഉണ്ട്, അതൊക്കെ എടുത്തോണ്ട് വിൽക്കാം, എന്നിട്ട് വരാമെന്ന്. അങ്ങനെ പറഞ്ഞു. ചേട്ടൻ അപ്പൊ അന്ന് ശരിക്കും കണ്ടായിരുന്നോ? കാണാൻ പാടില്ല. അതാ ഞാൻ പറഞ്ഞേ, ബാലുവിനെ മൃതപ്രായനാക്കിയെന്നാണ് ഞാൻ പറഞ്ഞത്. കൊല്ലണ കണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, വണ്ടി ഇടിക്കണ കണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഇതിനെല്ലാം മുമ്പേ ബാലഭാസ്കർ എന്ന കലാകാരനെ ഇവരും മൃതപ്രായനാക്കിയിരുന്നു. ആ ആക്കണ സമയത്ത് ഞാൻ കണ്ട ആൾക്കാർ എൻ്റെ കണ്ണിൽ ഇപ്പോഴും ഉണ്ട്. ഈ കേസ് തെളിയുമ്പോൾ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ആസൂത്രിതമായ കൊലപാതകമായിരുന്നു ബാലുവിൻ്റെതെന്ന് തെളിയും. അതിലപ്പുറം ഞാൻ നമ്മൾ പറഞ്ഞു, ചേട്ടനെല്ലാം ജനങ്ങളോട് അറിയണം, ജനങ്ങൾ അറിയണം, സത്യം തെളിയണം. എല്ലാവർക്കും മഴവിൽ കേരളത്തിലേക്ക് സ്വാഗതം. 6 വർഷമായി ഒരു കേസ് തെളിയിക്കാൻ നടക്കുന്ന ഒരു വ്യക്തി, ഈ കേസ് തെളിയിക്കുന്നതിന് വേണ്ടി വധഭീഷണി വരെ നേരിടേണ്ടി വന്ന വ്യക്തി കലാഭവൻ സോബി. നമസ്കാരം സാർ. 6 വർഷത്തിന് ശേഷം ലക്ഷ്മി ഇന്നൊരു ഇൻ്റർവ്യൂ കൊടുത്തേക്കാണ്. സാറിന് അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? അല്ല, എന്തായാലും ലക്ഷ്മി ഇപ്പോൾ ഈ വൈകിയ സമയത്താണെങ്കിലും ഒരു തുറന്നു പറച്ചിലിന് തയ്യാറത് നന്നായി. അതിലേക്ക് നയിച്ചത് കേരളത്തിലെ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയാണ്. അവരുടെ നിരന്തരമായിട്ടുള്ള പ്രശ്നം കൊണ്ട് തന്നെയാണ് ഇവർ ഇപ്പോൾ ഇന്ന് ഇതിന് തയ്യാറത്. അപ്പോൾ അതിലൊരു ചെറിയ ഒരു യോജിപ്പ് കുറവ് നമുക്കുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു പത്രസമ്മേളനമായിരുന്നു അവർ നടത്തേണ്ടത്. ഇതൊരു ചാനലിന് പ്രൈവറ്റായിട്ട് കൊടുത്തു എന്ന് പറയുമ്പോൾ അതിനേക്കാളും നല്ലത് ഒരു പത്രസമ്മേളനത്തിൽ സംസാരിക്കുമ്പോഴല്ലേ ചോദ്യോത്തരങ്ങൾ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഇവരൊരു ആങ്കറുടെ അടുത്ത് പോയിരുന്നിട്ട് ഇവർക്ക് പറയാനുള്ളത് പറയണമെന്നുള്ളൂ. പക്ഷെ തിരിച്ച് പൊതുജനത്തിന് ചോദിക്കാനുള്ള ചിലപ്പോൾ അവർ ചോദിക്കണമെന്നില്ല, എല്ലാവരും കൂടി ചോദിക്കണമെന്നില്ല. അപ്പോൾ അവരതായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. എന്തായാലും വൈകുന്നേരത്തിന് ശേഷം കേസ് ഇനി വേറൊരു തലത്തിലേക്ക് തിരിയും. ഒരു സംശയം, അവരൊരു 6 വർഷം മൗനം പാലിച്ചിരുന്നത്. അതിന് ഉത്തരം നമുക്കില്ല. അതിന് ഉത്തരം അവരിന്ന് പറയും. എന്താണ് ഉത്തരം? അവർ പറഞ്ഞ സഹതാപം അല്ലെങ്കിൽ ഇങ്ങനെ ഈ ഭർത്താവ് മരിച്ചതിൻ്റെ ഒരു ടെൻഷനും കൊണ്ടാണ് മിണ്ടാണ്ടിരുന്നതെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ വന്നേക്കണ പ്രൊമോ വീഡിയോയിൽ അവരുടെ ബോഡി ലാംഗ്വേജ് കാണുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഇതായിട്ട് തോന്നുന്നില്ല. ലക്ഷ്മി എപ്പോഴെങ്കിലും സാറിൻ്റെ അടുത്ത് സംസാരിച്ചിട്ടില്ല? ഒന്നും സംസാരിച്ചില്ല, ഇതുവരെ സംസാരിച്ചിട്ടില്ല. ഇല്ല. സാർ ലക്ഷ്മിയോട് സംസാരിക്കണമെന്ന് താല്പര്യപ്പെട്ടിട്ടുണ്ട്? ഒന്നുമില്ല. നമ്മുടെ ജോലിയല്ലല്ലോ അത്. അവരുടെ വേറെ കാര്യങ്ങളിലേക്കൊന്നും നമുക്ക് താല്പര്യമില്ല. സാർ എങ്ങനെയാണ് ഈ ഒരു കേസിലേക്ക് വന്നത്? അല്ല, ഞാൻ ചാലക്കുടിയിൽ നിന്ന് തിരുനെൽവേലിക്കുള്ള യാത്രാ മധ്യം എനിക്ക് ഉറക്കം വന്നപ്പോൾ ഞാൻ ഈ മംഗലപുരത്തിന് സമീപമുള്ളൊരു പമ്പിൽ കിടന്ന് ഉറങ്ങുമ്പോഴാണ് ഈ വണ്ടി ആക്രമിക്കപ്പെടുന്നത് കണ്ട്. വണ്ടി ഇടിച്ചതോ മറ്റൊന്നും ഞാൻ കണ്ടിട്ടില്ല. അന്ന് സാറ് എന്താണ് അവിടെ കണ്ടത്? ബാലുവിൻ്റെ വണ്ടി ആണെന്ന് എനിക്ക് തോന്നണം ആ സമയങ്ങളിൽ. പിന്നെ അത് ഉറപ്പ് വരുത്തിയതിലേക്ക് ഞാൻ പിന്നെ പറയാം.
അപ്പോൾ ഈ കിടന്ന് ഉറങ്ങുന്ന സമയത്ത് വെളുപ്പിന് ഒരു 3:30 ആയപ്പോൾ ഒരു ചില്ല് പൊട്ടണ സൗണ്ട് കേട്ടാണ് എഴുന്നേക്കുന്നത്. അപ്പോൾ ഒരു സ്കോർപ്പിയോ റോട്ടിൽ നിർത്തിയിട്ടുണ്ട്. അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കുറച്ച് ആൾക്കാർ മദ്യം കഴിക്കണം. മദ്യം കഴിച്ച് കഴിഞ്ഞിട്ട് ഈ കുപ്പി റോട്ടിലേക്ക് എറിയുന്നതാണ്. എറിഞ്ഞ് പൊട്ടണ സൗണ്ടാണ് നമ്മൾ കേൾക്കണത്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ഇന്നോവ വന്ന് നിന്നു. അത് വൈറ്റ് അല്ല ഇന്നോവ. അപ്പോൾ ഞാൻ ഒരു 15-20 അടി ദൂരത്തെ ഇത് കാണും പീപ്പിളായിട്ടുള്ള വെട്ടത്തിൽ. അപ്പോൾ ഡ്രൈവറുടെ സൈഡിൽ നിന്ന് നല്ല തടിച്ചിട്ട ഒരാളാണ് ഇറങ്ങി വന്നത്. ഇങ്ങനെ ഡ്രൈവർ ഓപ്പോസിറ്റ് സൈഡിൽ ഇരുന്ന ആൾ ആ തല ഇങ്ങനെ കുമ്പിട്ടിരിക്കണം. ആണാണോ പെണ്ണാണോ എന്ന് നമുക്കറിയില്ല. അത് കഴിഞ്ഞിട്ട് ഇവർ തമ്മിൽ സംസാരിച്ചിട്ട് ഈ സ്കോർപ്പിയോയിലുള്ളവർ ചെന്നിട്ട് ഈ നടുക്കത്തെ ഡോറ് തുറന്നിട്ട് ഒരാളെ ഇങ്ങോട്ട് ഇറക്കുന്നു. അയാൾ ഉറങ്ങി കിടക്കുന്ന അവസ്ഥയില്ല. എന്നിട്ട് കൈ ഇങ്ങനെ പിടിച്ചിട്ട് അപ്പുറം ഇപ്പുറം കിടത്തിയിട്ട് ഇടിക്കണയാണ് കാരണം 2 സൈഡിൽ നിന്ന് മാറി നിന്ന് ഇടിക്കണം. അപ്പോൾ ഈ ബാലുവിൻ്റെ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട് 28 എങ്ങാണ്ട് ഒടിവുകളാണ് മരണകാരണം. അതിൽ 8 ഒടിവുകൾ ആക്സിഡൻറ്റിൽ ഉണ്ടായതല്ല എന്നാണ് എഴുതിയേക്കുന്നത്. പക്ഷേ CBIക്കാർ അതിന് കറക്റ്റായിട്ട് കണ്ടിച്ചു. സർജിക്കൽ ഓപ്പറേഷനൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും വന്ന മുറിവുകളായിരിക്കും അതുണ്ടായെന്ന് പറഞ്ഞുകൊണ്ട് അവർ കോടതി കൊടുത്തത്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ബാലുവിനെ തിരിച്ച് തന്നെ വണ്ടിയിലേക്ക് കൊണ്ടുവന്ന് ഇങ്ങനെ അവസ്ഥയിൽ ബാലു ആണെന്ന് ആ സമയത്ത് എനിക്കറിയില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഹൈറ്റ് ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ബാലു തന്നെയാണെന്ന് ചിന്തിക്കുക. പിന്നെ വണ്ടി നമുക്ക് തിരിച്ചറിയാൻ സാധിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് ഇവരിങ്ങനെ വർത്തമാനം പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് കൊല്ലം സൈഡിൽ നിന്ന് ഒരു കാറ് വന്ന് നിർത്തി. ഒരു വെള്ള ഇനോവ വന്ന് ഇവരുടെ അടുത്ത് നിർത്തി. അതിനകത്തുനിന്ന് ഒരു കതർധാരിയായിട്ടുള്ള ഒരാളും വെള്ളയും കതറാണെന്ന് അറിയില്ല വെള്ളയും ധരിച്ച ഒരാളും പിന്നെ ഒരു ഫുൾ സ്ലീവ് ഇട്ട ഒരു ആളും ഇറങ്ങി വന്ന് ഇവരോട് എന്താ സംസാരിച്ചു. ഒരു 3 അല്ലെങ്കിൽ 4 മിനിറ്റ് സംസാരിച്ചു. ഷെയ്ക്ക് ഹാൻഡ് കൊടുത്ത് പിരിഞ്ഞ് അവർ തിരിച്ച് കൊല്ലത്തേക്ക് തന്നെ പോയി, മടങ്ങിപ്പോയി. അപ്പോൾ അതിന് ശേഷം ഇവർ വണ്ടി എടുത്ത് പോകാനായിട്ട് തുടങ്ങിയപ്പോൾ ഈ ഒരു ബെർമൂഡ ഇട്ട ഒരാൾ സ്കോർപ്പിയോയിൽ വന്ന ആൾ സ്കോർപ്പിയോയുടെ നടുവ് ഡോർ തുറന്നിട്ട് ലിവർ എടുത്തിട്ട് ഈ വണ്ടിയുടെ ബാക്ക് ചില്ല് അടിച്ചു. അപ്പോൾ ആ ചില്ല് പൊട്ടി എങ്ങനെയാണെന്ന് ഇപ്പോഴും ആരും തെളിയിച്ചിട്ടില്ല. ബാക്കി അവിടെ പൊട്ടി ഇവിടെ ഇടിച്ചു അതൊക്കെ പലരും കണ്ടിട്ടുണ്ട്. ഇതിന് മാത്രം ഉത്തരവുണ്ടായിട്ടില്ല ഇന്നവരെ. ഏകദേശം ഒരു എത്ര പേരുണ്ടായിരുന്നു അന്ന് രാത്രി? അവർ ഈ ബാലുവിൻ്റെ ഇതിൽ വന്നൊരു 4 പേരുണ്ട്, മറ്റൊരു 2 പേര്. പക്ഷേ ഇതൊക്കെ കഴിഞ്ഞാൽ മുന്നോട്ട് ചെല്ലുമ്പോൾ റോട്ടിൽ നിൽക്കുമ്പോൾ ഒരു 10-12 പേരുണ്ട് ഈ അപകടം നടന്നു എന്ന് പറഞ്ഞ സ്ഥലത്ത് ചെല്ലുമ്പോൾ. എന്നിട്ട് സമയം ഓർമ്മയുണ്ട്? എല്ലാവരും നല്ല ഉറങ്ങുന്ന ഒരു സമയമായിരുന്നു. ഇല്ല, ഒരു 3:15-4 മുമ്പാണ്. ഈ സമയത്താണ് അപകടം നടന്നത്. അതൊക്കെ അവരുടെ CBIയുടെ റിപ്പോർട്ടിലും ക്രൈംബ്രാഞ്ചിൻ്റെ റിപ്പോർട്ടിലൊക്കെ ഏകദേശം ആ ടൈമിൽ തന്നെ എഴുതിക്കണം. ആർക്കും കൃത്യമായിട്ട് പറയാനായിട്ട് സാധിക്കില്ലാത്തൊരു ടൈമാണ്. ബാലുച്ചേട്ടനെ മനഃപൂർവ്വം ഇല്ലാതാക്കിയതാണെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെ തോന്നുന്നില്ല. പക്ഷേ എന്തെങ്കിലും ഒരു മൃതപ്രായ അവസ്ഥയിലേക്ക് ആക്കിയിടണം എന്ന് ധരിച്ചിട്ടുണ്ടാവണം. അല്ലെങ്കിൽ ഇതേമാതിരത്തെ സംഭവത്തിലേക്ക് കിടക്കേണ്ട കാര്യമില്ല. സാർ അന്ന് അവിടെ നിൽക്കുന്ന അവരിൽ ആരെങ്കിലും കണ്ടായിരുന്നു? ആ സമയത്ത് കണ്ടിട്ടില്ല. പക്ഷേ ഈ വണ്ടി ഈ അപകടം നടന്നു എന്ന് പറഞ്ഞ സ്ഥലത്ത് നിൽക്കുമ്പോൾ എന്നെ ശരിക്കും അവർ കണ്ടിട്ടുണ്ട്. പക്ഷേ പബ്ലിക് റോഡിലാണല്ലോ. മറ്റത് പിന്നെ അവരറിയണത് നമ്മൾ ഈ വാർത്ത പറഞ്ഞതിന് ശേഷമായിരിക്കും അവരിതൊക്കെ അറിയണത്. സാർ മീഡിയയിലൊക്കെ ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ കൊടുത്തപ്പം ആരെങ്കിലും സൈഡിൽ നിന്ന് എന്തെങ്കിലും വധഭീഷണി അങ്ങനത്തെ എന്തെങ്കിലും വന്നിട്ടുണ്ടായിരുന്നു? അതൊക്കെ ഇഷ്ടംമാതിരി നിലവിൽ പോലീസ് സംരക്ഷണമുണ്ട് നമുക്ക്. അതൊന്നും നമ്മൾ കാര്യമാക്കണില്ല. അത് ഇപ്പോൾ ഈ സമയത്തൊന്നും നമ്മളാരും ഒന്നും ചെയ്യില്ല എന്ന് നമുക്ക് ധൈര്യമുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അതിൽ ഉത്തരവാദിത്വം മുഴുവൻ അവർക്കായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കൃത്യത്തിൽ അവർ നിൽക്കുന്നു അതാണല്ലോ. പിന്നെ നമ്മളും അത്യാവശ്യം കരുതി കുട്ടിയല്ലേ നടക്കുകയുള്ളൂ ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് അറിയാം. സാർ അന്ന് എവിടെ പോകാനായിട്ടായിരുന്നു ആ ഒരു സ്ഥലത്ത് നിർത്തി? അല്ല, ഞാൻ തിരുനെൽവേലിക്കുള്ള യാത്രയില്ല, ഒരു വർക്കിൻ്റെ ആവശ്യമായിട്ട്. അപ്പോൾ ചേർത്തലയിൽ എത്തിയപ്പോൾ എൻ്റെ വണ്ടിയുടെ സർവീസ് ഇൻഡിക്കേഷൻ കത്തി ബെൻസിൻ്റെ ഒരു XUV വണ്ടിയായിരുന്നു. അപ്പോൾ അതിന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സർവീസ് ഇൻഡിക്കേഷൻ എത്തി 1000 കിലോമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി ന്യൂട്രായി പോകും. വണ്ടി ഓടില്ല, പിന്നെ ഹുക്ക് ചെയ്ത് കൊണ്ടുപോകണം. അപ്പോൾ ഞാൻ വണ്ടി സർവീസ് ചെയ്യേണ്ട ബാംഗ്ലൂർ TVSൻ്റെ സർവീസ് സെൻ്റർ ഉണ്ട് ബെൻസിൻ്റെ, അവിടെയാണ്. അപ്പോൾ ഡ്രൈവറോട് കോതമംഗലത്ത് നിന്ന് വിളിച്ചിട്ട് ഞാൻ രാവിലെ തിരുവനന്തപുരത്ത് എത്താൻ പറഞ്ഞു. അപ്പോൾ കോതമംഗലത്ത് നിന്നുള്ള ഫസ്റ്റ് വണ്ടി തിരുവനന്തപുരത്ത് വരുമ്പോൾ 11:30 ആവും. അപ്പോൾ ആ പോക്കിൽ ഞാൻ റെസ്റ്റ് എടുത്താണ്. അവിടെ ധൃതി പിടിച്ച് തിരുവനന്തപുരത്ത് പോയിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ നമ്മുടെ ആ കണക്കൂട്ടിൽ വെച്ച് പോകുകയാണെങ്കിൽ 1 മണിയൊക്കെ ആകുമ്പോൾ തിരുവനന്തപുരത്ത് നമ്മൾ ചെല്ലുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവിടെ ഉറക്കം വന്നപ്പോൾ ഞാൻ ഇങ്ങനെ ഒത്തിരി ഡ്രൈവ് ചെയ്ത് യാത്ര ഇന്ത്യയിൽ മുഴുവൻ ചെയ്യുന്ന ആളാണ്. ആ ഒരു സമയത്ത് അങ്ങനെ വന്ന അവിടെ പെട്ടു. സാറ് മാത്രമായിരുന്നു ഉള്ളായിരുന്നു? ഞാൻ മാത്രമുണ്ട്. അതാണ് CBIക്കാർ ചോദിച്ചത്. CBIക്കാർക്ക് ഞാൻ അവിടെ കിടന്നതിന് ലൊക്കേഷനും കാര്യങ്ങളൊക്കെ അവർ കറക്റ്റാണ്. ഞാൻ പറഞ്ഞു സാറ് ഇതെല്ലാം കറക്റ്റല്ലേ, പിന്നെ എന്താ ഞാൻ പറഞ്ഞു സാറ് വിശ്വസിക്കാത്തതെന്ന് പുള്ളി പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ സോബി കാണുന്നത് വേറൊരാൾ കണ്ടില്ലാന്ന്. ഞാൻ ചോദിച്ചു 3:30 ഇവിടെ ഒരു അപകടം നടക്കുമെന്ന് പറഞ്ഞുകൊണ്ട് എനിക്കൊരാളെ കൂട്ടിന് കൊണ്ടുവരാൻ പറ്റുമെന്ന് ചോദിച്ചു. അതൊക്കെയാണ് അവർ ഈ കേസ് അവസാനിപ്പിക്കാനായിട്ട് ഓരോ കാര്യങ്ങളായിട്ട് കണ്ടത്. ലക്ഷ്മി എപ്പോഴെങ്കിലും കണ്ട് സംസാരിക്കണം, ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കണം എന്നല്ലോ വല്ലതും ഉണ്ടായിരുന്നു? എനിക്കാ ഇല്ലില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അവരോട് നമ്മൾ സംസാരിച്ചായിട്ട് എന്താ കാര്യം? അവർക്ക് താല്പര്യം ഉണ്ടായിരുന്നെങ്കിൽ അവരെന്നെയല്ലേ കാണേണ്ടിയിരുന്നത്. മരിച്ചത് അവരുടെ ഭർത്താവും മകളുമാണ് അല്ലേ മരിച്ചത്. അപ്പോൾ അവരല്ലേ ഇതിന് വേണ്ടിയിട്ട് മുൻകൈയിട്ട് ഇറങ്ങേണ്ടത്. ആ ഒരു ദുരൂഹത മാറ്റാനായിട്ട് ഇപ്പോൾ ഒരു 6 വർഷം കഴിഞ്ഞ് വെട്ടപ്പെട്ടതിന് പകരം എന്നെ ഒന്ന് വിളിച്ച് എന്താണ് ഉണ്ടായത്,
അല്ലെങ്കിൽ ചേട്ടനെ കണ്ടത് ശരിയല്ല, അങ്ങനെ തോന്നിയതായിരിക്കും, അല്ലെങ്കിൽ വേറെ വണ്ടിയായിരിക്കും. ഇതിൻ്റെ ഇടയ്ക്ക് CBI പറഞ്ഞു ആക്രമിച്ചൊക്കെ സോബി കണ്ട് ചിലപ്പോൾ ശരിയായിരിക്കും, അത് ബാലുവിൻ്റെ വണ്ടി ആയിരിക്കില്ല എന്നൊക്കെ അവർ പറയണ്ടായി. ഈ CBI എന്നോട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ സംഭവമൊക്കെ ഉണ്ടായിട്ടുണ്ടാവും ചിലപ്പോൾ, പക്ഷേ അത് ചേട്ടൻ കണ്ട വണ്ടി ഇതായിരിക്കില്ല, അത് ചിലപ്പോൾ ശരിയായിരിക്കാം. അത് പക്ഷേ ഉണ്ടെങ്കിൽ പറഞ്ഞിട്ട് ഇവർ പറയണമായിരുന്നു, എന്നെ വിളിച്ച് സംസാരിക്കാമായിരുന്നു. അവർക്ക് ഇപ്പോഴും അവർ ഒളിച്ചോടിയിട്ടല്ലോ ഒരു മാധ്യമത്തിന് മുമ്പിൽ വന്നത്. അവർ പബ്ലിക്കായിട്ടൊരു തിരുവനന്തപുരത്ത് പ്രസ് ക്ലബ്ബിൽ ഒരു പത്രസമ്മേളനം നടത്തിയിട്ട് പറയണമായിരുന്നു. അതിനെന്താ അവർക്ക് ധൈര്യമില്ലാണ്ട് പോയെ? എന്തായാലും അത് ഇല്ലെങ്കിലും ഇതായാലും മതി, നമുക്ക് നമ്മളെ സംബന്ധിച്ച് ഇത്രയായാലും മതി, വെട്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ മതി, അത്രേ ആഗ്രഹമുള്ളൂ. ബാലുചേട്ടൻ്റെ മാതാപിതാക്കളായിട്ട് എപ്പോഴെങ്കിലും സംസാരിച്ച് ഈ ചേട്ടൻ കണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു? ഇപ്പോൾ ഈ 6 വർഷത്തിൻ്റെ ഇടയ്ക്ക് എല്ലാ ആഴ്ചയിലും ഒരു ദിവസം വെച്ച് ഉണ്ണിച്ചേട്ടൻ ബാലുവിൻ്റെ അച്ഛൻ എന്നെ വിളിക്കാറുണ്ട്. കൂടാണ്ട് ഈ 2 ദിവസം മുമ്പ് ഞാൻ അദ്ദേഹത്തെ പോയി കണ്ടിരുന്ന കാര്യങ്ങളൊക്കെ ഈ ഇപ്പോഴത്തെ അപ്ഡേഷൻ പറഞ്ഞിട്ടുണ്ട്. പലതവണ അദ്ദേഹത്തെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. എല്ലാ ആഴ്ചയിലും എന്നെ വിളിക്കാറുണ്ട്, ഞങ്ങൾ സംസാരിക്കാറുണ്ട്. അദ്ദേഹം സാറിനോട് എങ്ങനെയാ പെരുമാറുന്നത്? അല്ല, അദ്ദേഹം നല്ല ഫുള്ള് സപ്പോർട്ടാണ്. പുള്ളി അദ്ദേഹം പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് രീതിയിലായിക്കോട്ടെ അദ്ദേഹത്തെ ബാലുവിനെ കൊന്നു കളഞ്ഞാന്ന് തന്നെ കൃത്യമായിട്ട് അടിവരയിട്ട് പറയുന്നുണ്ട്. ഇന്നലെ ഇപ്പോൾ ബാലുവിൻ്റെ അമ്മച്ചിയുടെ കറക്റ്റായിട്ട് സ്റ്റേറ്റ്മെൻറ്റില്ലേ കൊന്നു കളഞ്ഞാന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടിട്ടായിരിക്കും ഇപ്പോൾ ലക്ഷ്മി ഇതിലിറങ്ങിയെന്ന് എനിക്ക് തോന്നുന്നു. ഭയങ്കര കടുപ്പപ്പെട്ടാണ് ബാലുവിൻ്റെ അമ്മച്ചി പറഞ്ഞു. തന്നെ ലക്ഷ്മി ഒരു 6 വർഷമായിട്ട് ഡിപ്രഷൻ സ്റ്റേജിലാണ്, ആരോടും മിണ്ടായിരിക്കുമായിരുന്നു എന്ന് പറയുന്നതിനോട് ചേട്ടൻ എന്താ പറയുക? ഇന്ന് മനോരമയിൽ അവരുടെ പ്രൊമോ വീഡിയോ കണ്ടില്ലേ, അവരുടെ ബോഡി ലാംഗ്വേജ് എങ്ങനെയുണ്ട്? ഈ 6 വർഷം ഡിപ്രഷനായിട്ടിരുന്ന ആളുടെ ആണോ ബോഡി ലാംഗ്വേജ് ആണെന്ന് ഇപ്പം നമ്മളെ കാണുന്നത്? ജനങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന വേറൊരു ലക്ഷ്മിനെ ആയിരിക്കും പ്രതീക്ഷിച്ചിരുന്നത്, അതാണ് ഇപ്പം TV കാണുന്നത്. അതിനെക്കുറിച്ച് ഞാൻ കമന്റ് പറയണമൊന്നുമില്ല, നമ്മുടെ ജോലിയല്ല. മനഃപൂർവ്വം മിണ്ടാണ്ടിരുന്നാണ്, അല്ലെങ്കിൽ ആരെങ്കിലും അവരെ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും മിണ്ടാതിരിക്കാനായിട്ട്. ചിലപ്പോൾ അങ്ങനെ ആവാട്ടോ. ഒന്നല്ല, ഞാൻ പറയാം 2 കാരണങ്ങളായിരുന്നായിരിക്കും അവർ മിണ്ടാണ്ടിരുന്നത്. ഒന്ന്, അവർക്ക് ഈ കേസിനെ കുറിച്ച് എല്ലാം അറിയാം, ഇൻവോൾവ് ആയിരുന്നിരിക്കാം. അല്ലെങ്കിൽ ആരെങ്കിലും വലയത്തിലായിരുന്നായിരിക്കും, അവർ ഒരു വലയത്തിലായിരുന്നായിരിക്കും. അങ്ങനെയാണെങ്കിലും പറ്റില്ല. ഇങ്ങനെ ഇതിന് പിന്നിൽ ആരെങ്കിലും കളിക്കുന്നു? ഗോൾഡ് സ്മഗ്ലിംഗ് ആൾക്കാരാണ്, ഗോൾഡ് സ്വർണ്ണക്കടത്തുകാർ മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് രാഷ്ട്രീയ കളികളൊന്നും ഉള്ളതായിട്ട് ഈ 6 വർഷത്തിൻ്റെ ഇടയ്ക്ക് എനിക്ക് തോന്നിയിട്ടില്ല. രാഷ്ട്രീയ കളികൾ ഉള്ളതായിട്ട് തോന്നിയിട്ടില്ല. പക്ഷേ ഈ സ്വർണ്ണക്കടത്തുകാരുടെ സജീവ സാന്നിധ്യം ഇല്ലാത്തതുണ്ട്. ഇപ്പം ബാലുചേട്ടന് സ്വർണ്ണക്കടത്തുമായിട്ട് ബന്ധമുണ്ടോ എന്നാണോ? ബാലഭാസ്കർ ഒരിക്കലും പണി ചെയ്തിട്ടുണ്ടാവില്ല, ഒരിക്കലും. അദ്ദേഹം ചെയ്തു എന്ന് പറഞ്ഞിട്ടൊരു കഥ കേൾക്കാനും പോകണില്ല. പക്ഷെ കൂടെ നിന്നവർ, ആ കേസിലൊക്കെ പ്രതിയായിരുന്നവരല്ലേ മാനേജർമാരെ അറസ്റ്റ് ചെയ്തു. ഇപ്പോൾ വണ്ടി ഇടിച്ച് ഈ അർജുൻ വണ്ടി ഓടിച്ചു എന്ന് പറഞ്ഞ ഡ്രൈവർ സ്വർണ്ണം റോബറിക്കാണ് അറസ്റ്റ് ചെയ്തേക്കണേ. ഇതെല്ലാം സെയിം അല്ലേ കഥകൾ? ആരും പുതിയൊരു കേസിൽ പെട്ടു. അതാ ഞാൻ ഇപ്പം പറഞ്ഞു. ഇപ്പം അർജുൻ എന്ന് പറഞ്ഞ ആൾ ഇപ്പം അത് സ്വർണം പൊട്ടിക്കാൻ പോയതോ എന്നാണ്ട് എടുത്തുകൊണ്ട് പോകാൻ അത് വിശ്രമിച്ച കേസില്ല, സെയിം തന്നെയല്ലേ കഥ. അപ്പോൾ ഈ സ്വർണ്ണ കടത്തുമായിട്ട് ഇവർക്ക് ബന്ധമില്ലായിരുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. മാനേജർമാർ 2 പേരും സ്വർണ്ണക്കടത്തുമായിട്ട് അറസ്റ്റ് ചെയ്തു, പുള്ളിയുടെ ഡ്രൈവർ അറസ്റ്റ് ചെയ്തു. പിന്നെ എന്താണ് ഇതിൻ്റെ അകത്ത് ഇനി എന്താ തെളിയിക്കേണ്ടത്? ഡ്രൈവറിനും മാനേജറിനും മെയിൻ പങ്ക് ഇതിലുണ്ടെന്നാണ്. അല്ല, ഇതിനുണ്ടോയെന്ന് എനിക്കറിയില്ല. പക്ഷേ അവരുടെ ചരിത്രം തെളിയിച്ചത് സ്വർണ്ണക്കടത്തുമായിട്ട് ബന്ധപ്പെട്ടില്ലേ തെളിയിച്ച്. അപ്പോൾ സ്വർണ്ണക്കടത്തുകാരായിട്ട് ബന്ധമില്ലാണ്ട് സ്വർണ്ണം കടത്താനായിട്ട് സാധിക്കില്ലല്ലോ. ഒരു പക്ഷേ ലക്ഷ്മി മിണ്ടാതിരുന്നത് ഈ സ്വർണ്ണക്കടത്ത് കേസിലേക്ക് അവർ ഇൻക്ലൂഡഡ് ആവും എന്ന് പേടിച്ചിട്ട് വല്ലതും ചിലപ്പോൾ ആയിരിക്കും. അത് ഇന്ന് വൈകുന്നേരം അവരുടെ ഒരു പഠിച്ചിട്ടുള്ളൊരു ഇന്റർവ്യൂ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. പുറത്ത് ന്യൂസ് വരുമ്പോൾ ബാലു സ്വർണ്ണക്കടത്ത് ചെയ്തിരുന്ന ഒരാളാണ്, അതൊരിക്കലും വരില്ല. ബാലു സ്വർണം കടത്തിയിരുന്ന ഒരാളായിരുന്നു എന്ന് ഒരിക്കലും ജനം അറിയില്ല. പക്ഷെ അന്ന് കാറിൽ നിന്ന് ആരെങ്കിലും എന്തെങ്കിലും ബാഗോ അല്ലെങ്കിൽ എന്തെങ്കിലും എടുത്തോണ്ട് പോകും? അല്ല, കാറിൽ നിന്നല്ല. ഈ വണ്ടി അപകടം നടന്നിട്ട് ഞാൻ അവിടെ ചെന്ന് ഇറങ്ങിയിട്ട് എന്നെ നിർത്താതെ അവർ ഓടിച്ചില്ലേ. അപ്പോൾ നോക്കുമ്പോൾ റൈറ്റ് സൈഡിൽ കൂടെ ഒരാൾ ബൈക്ക് സ്റ്റാർട്ടായിട്ട് തുഴഞ്ഞു പോകണ്ടായിരുന്നു. അയാളുടെ നിന്ന് എന്തോ മേടിച്ചിട്ട് ലെഫ്റ്റ് സൈഡിൽ കൂടെ ഒരു പയ്യനും ഫ്രണ്ടിലേക്ക് ഓടിപ്പോണ്ടായിരുന്നു. അതിലുണ്ടാവാം. പിന്നെ അത് തന്നെയല്ല, ഞാൻ ഈ അപകടം ഇവർ ഈ മൃതപ്രായനാക്കണ കണ്ടു എന്ന് പറഞ്ഞാൽ പമ്പിൻ്റെ അവിടെ നിന്ന് ഏകദേശം 4 കിലോമീറ്റർ ദൂരമുണ്ട് വണ്ടി അപകടം നടന്ന സ്ഥലത്തേക്ക്. ഇതിലേക്ക് നമ്മൾ യാത്ര പോകുന്ന സമയത്ത് ഈ തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലം സൈഡിലേക്ക് ഒരു കാറ് ഓൺ ഞെക്കി പിടിച്ച് 2 ഡബിൾ ഇൻഡിക്കേറ്റർ ഇട്ട് അസാധ്യ സ്പീഡിൽ പോകുന്നുണ്ട്. കാരണം വെച്ചാൽ ഹോസ്പിറ്റൽ കേസിന് ഒരിക്കലും ഈ കഴക്കൂട്ടം സൈഡിൽ നിന്ന് കൊല്ലത്തേക്ക് പോകേണ്ട ആവശ്യമില്ല. വലിയ ഹോസ്പിറ്റലുകളിലൊക്കെ ഈ തിരുവനന്തപുരത്താണ് എല്ലാ ഹോസ്പിറ്റലുകളും. ആ വണ്ടി ഏതാണെന്നും കൂടെ നമുക്ക് മനസ്സിലാവണല്ലോ. ഡബിൾ ഇൻഡിക്കേറ്ററും ഉണ്ട്, ഓണും ഉണ്ട്. ഞെക്കി പിടിച്ച പോണേ ചുമ്മാ ജസ്റ്റ് തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു ചുവപ്പ് കളർ മിന്നിപ്പോണുണ്ട്. ഏകദേശം നമുക്ക് ഊഹിക്കാനേ പറ്റുള്ളൂ സ്വിഫ്റ്റ് കാറായിരുന്നു, ഏകദേശം പറയാനേ പറ്റുള്ളൂ. റെഡ് കളറുള്ള വണ്ടിയായിരുന്നു. ചേട്ടൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ചെന്നാണോ നോക്കിയത്, അതോ വണ്ടി എടുത്തുകൊണ്ട് പോയി തന്നെയാണോ ഈ ഒരു സംഭവം നടന്നപ്പോൾ ചെന്നത്? എവിടെയാണ് പറയുന്നത്? ഈ ആക്സിഡന്റ് നടന്ന സ്ഥലത്ത്. ആക്സിഡന്റ് നടന്ന മെയിൻ റോഡിലല്ലേ കാണുന്നത്. അപ്പോൾ അവിടെ കണ്ടപ്പോൾ നമ്മൾ ഒരു വണ്ടി ആക്സിഡന്റ് പെട്ട് കിടക്കുന്നു. അന്ന് എന്താണെന്ന് അറിയാനായിട്ട് ഇറങ്ങാനായിട്ട് തുടങ്ങിയ ഇതൊന്നും നമ്മുടെ അവിടെ കണ്ട കഥയൊക്കെ നമ്മൾ മറന്നു, ആ സാധനമൊക്കെ മറന്നു. അപ്പോഴാണ് ഇവർ വന്ന് ഡോർ അടച്ചിട്ട് അസാധ്യമായ തെറിയൊക്കെ പറഞ്ഞ് എന്നെ ഓടിക്കുന്നത്.
നോക്കുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോഴാണ് ഈ വണ്ടി കാണുന്നത്. ആ വണ്ടി അന്ന് നമുക്ക് ബോധ്യപ്പെടുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മങ്ങിയ കളർ, റാഷ് കളറുള്ള വണ്ടി, ബാക്കിൽ ഗ്ലാസ് പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ഗ്ലാസ് നമ്മൾ ഈ സംസാരിക്കുന്ന സമയം വരെ ആ ഗ്ലാസ് പൊട്ടിയത് അല്ലെങ്കിൽ പൊട്ടിച്ചത് ആരാന്ന് ഒരു തെളിവുണ്ടായിട്ടില്ല. അപ്പോൾ ഒരു കേസ് അന്വേഷിക്കുമ്പോൾ അതിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ പുറത്ത് വരണ്ടേ, അതും വന്നിട്ടില്ല. പക്ഷെ ഒരു പക്ഷേ ലക്ഷ്മി പറയുന്നുണ്ട് ലക്ഷ്മിയുടെ കയ്യിൽ, CBIയുടെ കയ്യിൽ ലക്ഷ്മിയുടെ റെക്കോർഡുകളെല്ലാം ഉണ്ടെന്ന്. അന്ന് നടന്ന കാര്യങ്ങൾ ഓർമ്മയുള്ളതെല്ലാം പറഞ്ഞിട്ടുള്ളതായിട്ട്. ഇപ്പം പറഞ്ഞു തന്നെ ലക്ഷ്മിയുടെ ഓർമ്മ ഉള്ളതായിട്ട് പറഞ്ഞു എന്നല്ലേ പറഞ്ഞത്. ആ ഓർമ്മ ഇല്ലായിരുന്നു എന്ന് അവർ പറഞ്ഞേക്കണേ. പിന്നെ എങ്ങനെ ഓർമ്മ ഉണ്ടായത് പറഞ്ഞു എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞു 2 രീതിയിൽ അവർ മൊഴി കൊടുത്തിട്ടുണ്ട്. ഒന്ന് പറഞ്ഞേക്കണേ കൊല്ലത്ത് ആദ്യത്തെ CBI പതിപ്പിന് കൊടുത്തേക്കണേ ഈ കൊല്ലത്ത് ജ്യൂസ് കടയിൽ നിന്ന് ജ്യൂസ് കുടിച്ചതിന് ശേഷം അവർക്ക് ഒന്നും ഓർമ്മയില്ല, ഹോസ്പിറ്റലിൽ ഓർമ്മയുള്ളൂ എന്ന്. അത് കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞപ്പോൾ അർജുൻ മൊഴി മാറ്റിയല്ലോ, ഞാനല്ല ഓടിച്ച ബാലു ആണ് വണ്ടി ഓടിച്ചതെന്ന് പറഞ്ഞപ്പോൾ ലക്ഷ്മി അതിനെ കണ്ടിച്ചുകൊണ്ട് വന്നിരുന്നു. ആ സമയത്ത് ലക്ഷ്മി പറഞ്ഞ ഭയങ്കര സ്പീഡായിരുന്നു, സ്പീഡ് കുറയ്ക്കാൻ ഞാൻ പറഞ്ഞു എന്ന്. അപ്പോൾ 2 ആൻസർ ആയില്ലേ. ഒന്ന് ഓർമ്മയില്ല എന്ന് പറഞ്ഞു, പിന്നെ പറഞ്ഞു ഇതാണ്. പിന്നെ അവർ വേറൊരു റിപ്പോർട്ടിൽ അവർ കൊടുത്തിട്ടുണ്ട് ഈ അർജുൻ ഇവരുടെ സ്ഥിരം ഡ്രൈവറല്ല, അന്നത്തെ ദിവസം ഡ്രൈവറായിട്ട് വന്നതാണ് കൊടുത്തേക്കണേ. അത് കഴിഞ്ഞിട്ട് 2 പാരഗ്രാഫ് കഴിഞ്ഞിട്ട് പുള്ളിക്കാരി അതിനകത്ത് തന്നെ എഴുതിയിട്ടുണ്ട് അർജുൻ സ്ഥിരമായിട്ട് സീറ്റ് ബെൽറ്റ് ഇടാണ്ട് ആ വണ്ടി ഓടിക്കണമെന്ന്. അത് കണ്ടിച്ച് എല്ലാം വ്യത്യാസമാണ് കൊടുത്തേക്കണത്. ഈ അർജുൻ എന്ന് പറയുന്ന വ്യക്തി ഇവരെ റിലേറ്റീവ് ആണെന്ന് പറയുന്നുണ്ട്. അല്ലല്ല, റിലേറ്റീവ് ഒന്നുമല്ല. അവർ എന്തോ പൂന്തോട്ടം എന്ന് പറഞ്ഞ എന്തോ ഒരു ഹോസ്പിറ്റലിലെ കേസൊക്കെ ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. അവരുടെ പരിചയക്കാരനോ സ്വന്തക്കാരോ എന്തോ ആണ്, അങ്ങനെയാ പറഞ്ഞത്. അല്ലാണ്ട് ബാലുവിൻ്റെ ആയിട്ട് ബന്ധക്കാരല്ല. അല്ലല്ല, ബാലു ചേട്ടന്റെ അടുത്ത് നന്നാക്കാൻ വേണ്ടിയിട്ടാണ് വിഷ്ണുവിനെ കൊണ്ടു നിർത്തിയത്, വിഷ്ണു അല്ല അർജുനെ കൊണ്ടുവന്നത് എന്നൊക്കെ ഒരു സംസാരമുണ്ട് പൊതുവെ. അങ്ങനെ കേൾക്കുന്നുണ്ട്. അപ്പം ലക്ഷ്മി പറഞ്ഞ അങ്ങനെ നന്നാക്കാൻ കൊണ്ടുവന്നതല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അവരുടെ മൊഴിയിൽ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ അതെന്താന്നൊക്കെ ഇന്നിപ്പോൾ മറുപടിയിൽ കേൾക്കാൻ പറ്റുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കണം നമ്മൾ. അവരുടെ ബാഗിൽ നിന്ന്, ആ കാറിൽ നിന്ന് പോലീസിന് കുറച്ച് പൈസയും സ്വർണവും എല്ലാം കുറച്ച് സ്വർണ്ണമല്ല, കുറേ സ്വർണം, 80-90 പവൻ സ്വർണ്ണമുണ്ട്. അപ്പോൾ അതൊക്കെ ആൾക്കാരന്ന് ചോദിക്കേണ്ടത്. ക്ഷേത്രത്തിൽ പോകുന്ന ഒരാൾ 80 പവനും 90 പവനും ആഭരണം ഇട്ടിട്ടാണോ ക്ഷേത്രത്തിൽ പോണത്? അല്ലല്ലോ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട് അതിനകത്ത്. സാറിനപ്പോൾ അത് കേട്ടപ്പോൾ എന്താണ് തോന്നിയത്? ഒരാള് അമ്പലത്തിൽ പോകാനായിട്ട് 80 പവൻ സ്വർണം കൊണ്ടൊക്കെ പോകുമെന്ന് തോന്നുന്നു. നമുക്ക് സാധാരണ രീതിയിൽ ചിന്തിക്കുമ്പോൾ അതിലൊക്കെ അസ്വാഭാവികത തോന്നും. പക്ഷെ അവർക്ക് വീട്ടിൽ വെക്കാൻ പേടിയായതുകൊണ്ടായിരിക്കും. വീട്ടിൽ വെക്കാൻ പേടിയാണെങ്കിൽ ലോക്കറിൽ വെക്കാൻ പാടില്ലേ ഈ സാധനങ്ങൾ? ഒന്നല്ലെങ്കിൽ അമ്പലത്തിലേക്കല്ലേ പോണത്. അമ്പലത്തിലേക്ക് പോണ ഒരാൾക്ക് ഒരു മാലയിട്ട് അമ്പലത്തിൽ ആരെങ്കിലും അത്രയും ആർഭാടായിട്ട് പോവില്ലല്ലോ. 1-2 അല്ല, 80 പവൻ എന്ന് പറയുമ്പോൾ നിസ്സാരമല്ല, 80 പവനല്ലേ. അപ്പോൾ അതൊക്കെ എന്താണെന്ന് ആർക്കും അറിയാൻ പാടില്ല. അങ്ങനെ ലോക്കറിൽ വെക്കാമല്ലോ. പിന്നെ അത് തന്നെയല്ല, അവരുടെ വീട്ടിൽ നിന്ന് പറഞ്ഞാൽ അവരുടെ അമ്മയുടെ അടുത്ത്, ബാലുവിൻ്റെ അമ്മയുടെ അടുത്തല്ല, അവരുടെ അമ്മയുടെ അടുത്ത് കൊടുക്കാമല്ലോ. അവരുടെ അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ട് എല്ലാം ചെയ്യണമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പല മൊഴിയിലും പറഞ്ഞിട്ടുണ്ട്. ഞാൻ അമ്മേനെ വിളിച്ച് പറഞ്ഞിരുന്നു, നേരത്തെ പോരുമെന്ന് പറഞ്ഞിരുന്നു. അത് എന്നൊക്കെ അവർ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കാര്യമാക്കാനില്ല. ലക്ഷ്മി ഇപ്പോഴും ബാലുച്ചേട്ടന് വീട്ടുകാരെയായിട്ട് സംസാരിക്കാറുണ്ടോ? ഇല്ലില്ല. ഇന്നലെ കഴിഞ്ഞ ദിവസം കണ്ടപ്പോൾ ഉണ്ണിച്ചേട്ടൻ പറഞ്ഞ 6 വർഷമായിട്ട്. അതിൻ്റെ ഇടയ്ക്ക് ഈ ബാലുവിൻ്റെ ചേച്ചി മീര മരണപ്പെട്ടു. അവർ സുഖലായിരിക്കുന്ന കുട്ടിയായിരുന്നു, അവർ മരണപ്പെട്ടു. അതിന് വന്നില്ല. അതിനു മുമ്പ് ബാലുവിൻ്റെ അമ്മാവനുണ്ട്, ശശികുമാർ സാർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, ഫേമസ് വയലിനിസ്റ്റാണ്. അപ്പോൾ അദ്ദേഹം മരിച്ചു. അപ്പോൾ ബാലുവിൻ്റെ ഗുരുനാഥനാണ് അദ്ദേഹം. അപ്പോൾ ആ ശശികുമാർ സാർ മരിച്ചപ്പോഴെങ്കിലും ഇവർക്ക് കാണാൻ ചെല്ലായിരുന്നു. ഈ 2 പ്രധാന ആൾക്കാർ മരിച്ചപ്പോഴും ഇവർ കാണാൻ പോയിട്ടില്ല. അവർ വിഷമത്തിലിരുന്നു. അതെ, ഭയങ്കര വിഷമം. അതിപ്പോൾ കാണുന്നുണ്ട്, TV കാണുന്നുണ്ട്. അവരുടെ സങ്കടം, ഒരാളുടെ സങ്കടം നമുക്ക് അവരുടെ ബോഡി ലാംഗ്വേജിൽ മനസ്സിലാവും. എന്തായാലും വർഷമായതുകൊണ്ട് അവർ ഓവർകം ചെയ്ത് വന്നതായിരിക്കും. എന്തെന്ന് പറഞ്ഞേ, 6 വർഷം എന്ന് പറഞ്ഞാൽ നിസ്സാരമാണ്. ഇപ്പോഴത്തെ കാലത്ത് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ മരണപ്പെട്ടു ഇല്ലയെന്ന് പറയുന്ന വിഷമമൊക്കെ ഉണ്ടാവും. ഇല്ലയെന്ന് പറഞ്ഞില്ല, ഭർത്താവും മകളും മരിച്ചപ്പോൾ അതിനുള്ള വിഷമങ്ങളൊക്കെ ഉണ്ടാവും, ഇല്ലയെന്ന് നമ്മൾ പറഞ്ഞില്ല. പക്ഷേ അവരെക്കുറിച്ച് നിരന്തരമായിട്ട് ഇങ്ങനെ പറയുമ്പോഴത്തേനും ഒന്ന് വന്ന് ഒരു വാക്ക് പറയാറുന്നു, ഞാനിങ്ങനെ ഒരു അവസ്ഥയിലിരിക്കുക, എന്നെ ദയവ് ചെയ്ത് ഉപദ്രവിക്കരുതെന്ന് ഒരു വാക്കെങ്കിലും ഈ ചാനലിലും മാധ്യമങ്ങളോട് പറഞ്ഞ് തീരാവുന്ന പ്രശ്നം ഉണ്ടായുള്ളൂ. ഈ 6 വർഷം കഴിഞ്ഞ് ഇപ്പോൾ പറയുമ്പോൾ ഇനി ദുരൂഹതയിലേക്കാണ് ഈ കാര്യങ്ങൾ, കൂടുതൽ ദുരൂഹതയിലേക്ക് ഈ സാധനങ്ങൾ പോവുള്ളൂ. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ എൻ്റെ ബ്രെയിൻ മാപ്പിംഗ് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ബ്രെയിൻ മാപ്പിംഗ് അതിലൊക്കെ കുറച്ച് കരുത്തേകും ഇവരുടെ ഈ ഇന്റർവ്യൂ എന്നാണ് കരുതുന്നത്. അത് CBIയോട് തന്നെയാണോ പറഞ്ഞത്? CBIക്ക് ഈ കഴിഞ്ഞ മാർച്ച് 15 CBI ഓഫീസിൽ നേരിട്ടെത്തി ഞാൻ റിക്കാർഡിക്കലായിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നെ ബ്രെയിൻ മാപ്പ് ചെയ്യണം, അത് തത്സമയം സംരക്ഷണം ചെയ്യണമെന്നും കൂടെ പറഞ്ഞേക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അബോധാവസ്ഥയിലാണ് കിടക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഇവർ ചോദിച്ചാൽ ഞാൻ പറഞ്ഞതെന്ന് നമുക്കറിയില്ല. പിന്നെ അവർക്ക് ആവശ്യമുള്ള മുറിച്ചിട്ടാൽ ഇവർ കോടതി കൊടുക്കണേ അറിയില്ല. മറ്റേന്ന് പറയുമ്പോൾ ലൈവ് പോക്കട്ടെ, നമ്മൾ ജനിച്ച എവിടെ ബാക്കി കാര്യങ്ങൾ ഇതിലേക്കുള്ള കാര്യങ്ങളൊക്കെ ഒരു 3 മണിക്കൂർ കൊണ്ട് അവർ ചോദിക്കുകയുള്ളൂ. അപ്പം നമ്മൾ പറയുന്നത് പൊതുജനം കേട്ടോട്ടെ.
അപ്പം ഞാൻ എന്തെങ്കിലും വേണ്ടാതിനും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കേട്ടോട്ടെ, എനിക്ക് പ്രശ്നമില്ല. പക്ഷേ അവസാനം ഈ കേസ് തെളിയണം, അത് മാത്രമേ എൻ്റെ ആഗ്രഹമുള്ളൂ. 6 വർഷമായിട്ട് പൊരുതിയിട്ട് അനുഭവിച്ച ചില്ലറ കാര്യങ്ങളൊന്നുമല്ല, ഇതിനു വേണ്ടി 6 വർഷം കൊണ്ട് നമ്മൾ അനുഭവിച്ച ചെറിയ കാര്യങ്ങളൊന്നുമല്ല. അതുകൊണ്ട് തന്നെ ഇനിയൊരു 6 വർഷം കൂടി ഫൈറ്റ് ചെയ്യണമെങ്കിൽ ഞാനിന്നിപ്പോൾ കുറച്ചുകൂടി ഊർജ്ജസ്വലനായിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പോൾ എറണാകുളത്ത് വേറെ ഇൻ്റർവ്യൂവിന് വന്നപ്പോഴാണ് ഇവരുടെ ഈ വാർത്ത ഉണ്ടാവും എന്ന് പറഞ്ഞത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ പ്രതികരിക്കാൻ റെഡിയായിട്ട് തന്നെ എൻ്റെ കയ്യിലും കരുതി വെച്ചേക്കണ കുറച്ച് കുറച്ച് തെളിവുകളുണ്ട്, നമുക്ക് ഇറക്കാതെ. സാറെല്ലാം മുമ്പിൽ കണ്ടുകൊണ്ട് തന്നെയാണോ ഇപ്പോഴും ഈ കേസിന് പുറകെ പോകുന്നത്? അതെ അതെ അതെ. ഇതിൻ്റെ ഒരു എൻഡ് പോർഷൻ നമ്മൾ കാണുന്നുണ്ട്. ഇത് എവിടെ ചെന്ന് അവസാനിക്കും, അത് എങ്ങനെ അവസാനിക്കും എന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. അത് കണ്ട് അതിലേക്ക് എത്തിച്ചിട്ടേ ഞാൻ നിർത്തും. അതൊന്ന് പറയാമോ, എവിടെ ചെന്ന് അവസാനിക്കും? അല്ല, ഇത് ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ വെച്ച് ഞാൻ പറഞ്ഞില്ലേ, ഈ സ്മഗ്ലേഴ്സിൻ്റെ സ്വാധീനമൊക്കെ ഉള്ളതുകൊണ്ട് ആളെ കസ്റ്റഡിയിൽ എടുക്കുമെന്ന് എനിക്ക് ഒരു വിശ്വാസമില്ല. അത് ലാസ്റ്റ് സംസാരിച്ച സിബിഐയുടെ 2ാം പതിപ്പ് വന്നപ്പോൾ അവരും പറഞ്ഞു, സോബി പറഞ്ഞൊക്കെ സത്യമാണെങ്കിലും ഇത്രയും വർഷമായി ഞങ്ങൾ എങ്ങനെ ഇവരെ കണ്ടെത്തി ഇതിലേക്ക് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞു അത് ചിലപ്പോൾ അത് ആ ഉദ്യോഗസ്ഥൻ പറഞ്ഞ് ന്യായമുള്ള കാര്യമാണ്, ചിലപ്പോൾ തെളിയിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു പക്ഷേ നിങ്ങൾക്ക് ക്രൈം നടന്നിട്ടുണ്ടെന്ന് തെളിയിക്കാൻ പാടില്ലേ, അത് കൊടുത്തിട്ട് ക്ലോസ് ചെയ്യാൻ പറ്റില്ല. ഞാൻ അപ്പോൾ അദ്ദേഹം ചോദിച്ചാൽ അങ്ങനെ എങ്ങനെ ചെയ്യാൻ പറ്റും? ഞാൻ പറഞ്ഞു നിങ്ങൾ വിതുര കേസിൽ നിങ്ങൾ കോടതി കൊടുത്തേക്കണ റിപ്പോർട്ടിൽ ക്രൈം നടന്നിട്ടുണ്ട്, പക്ഷേ പ്രതികളിലേക്ക് എത്താൻ പറ്റിയില്ല. അതൊരു നല്ലൊരു കാര്യമാണ്, അത് അവർ പറഞ്ഞതുകൊണ്ട് ശരി. പക്ഷേ വേറെ ഒന്നും അതിനെക്കുറിച്ച് വേറെ അവിടെ അവസാനിച്ച കേസ് അതേമാതിരിയെങ്കിലും നിങ്ങൾ പറഞ്ഞാൽ മതി, അത് നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കും, അതിനുള്ള വ്യക്തികൾ ഞാൻ തരും, അതുവരെ ഞാൻ ഇതിൻ്റെ പുറകെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട്. CBI ഇപ്പോഴും സാറ് പറയുന്നതിന് എതിരായിട്ട് തന്നെയാണോ? CBI നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ അങ്ങനെ ഒരു സംഭവമില്ല എന്ന് അവർ പറഞ്ഞു. ഒന്നുമില്ല, ഞാൻ എന്നെ ബ്രെയിൻ മാപ്പ് ചെയ്യാൻ പറയുമ്പോൾ അതിനും അവർക്ക് താല്പര്യമില്ല. ഞാൻ പറഞ്ഞു നീ ഗവൺമെൻറ് പൈസ വെറുതെ കളയാനില്ല എന്ന് അവർ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഗവൺമെൻറ് പൈസ വെറുതെ കളയണ്ട, അത് ചെയ്യുന്നതിന് എത്ര രൂപ പൈസയാന്ന് പറഞ്ഞു. ഞാൻ നേരത്തെ കെട്ടാം, സ്വന്തം കയ്യിൽ നിന്ന് എടുത്ത് കെട്ടാം. ഇതെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട്, എല്ലാം റെക്കോർഡിക്കലായിട്ട് എഴുതി കൊടുത്തിട്ടുണ്ട്. പിന്നെ അവർ എന്തിനാണ് ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണമെന്ന് എനിക്കറിയാൻ പാടില്ല. ലക്ഷ്മി ഇപ്പം സംസാരിച്ചുകൊണ്ട് കേസ് തീരാനൊന്നും പോണില്ല കേട്ടോ, ഉറപ്പായിട്ടും. ഇത് എപ്പോഴെങ്കിലും വെറും ഒരു ആക്സിഡന്റ് കേസായിട്ട് മാത്രമായി പോകും? ഇല്ലില്ല, എന്നും ഈ ദുരൂഹത ഇങ്ങനെ നിൽക്കും. അല്ലെങ്കിൽ പിന്നെ എൻ്റെ ബ്രെയിൻ മാപ്പിംഗ് ഇങ്ങോട്ട് കഴിയണം. കാരണം വെച്ചാൽ നമ്മൾ മാത്രമുള്ള ഏക ദൃക്സാക്ഷി. അപ്പം നമ്മൾ ബ്രെയിൻ മാപ്പ് ചെയ്യുമ്പോൾ എന്തെങ്കിലും നമ്മൾ അതിനകത്ത് ഇല്ലയെന്നോ എന്തെങ്കിലും പറഞ്ഞാൽ അവിടെ തീരും. എന്തായാലും എൻ്റെ ബ്രെയിൻ മാപ്പിങ്ങിൽ അങ്ങനെ ഒരു സാധനം തെളിയില്ല. ചേട്ടൻ അന്ന് മനസ്സിലായി ഇത് ചെറിയൊരു സംഭവമല്ല, വലിയൊരു സംഭവമാണ് അന്ന് രാത്രി മനസ്സിലായി. എന്നിട്ട് ഇത് പുറത്ത് പറയാൻ കാണിച്ചൊരു ധൈര്യം എങ്ങനെയായിരുന്നു? അല്ല, അത് ബാലുവിൻ്റെ മാതാപിതാക്കളെ കണ്ടിട്ട് തന്നെയാണ് നമ്മൾ പറഞ്ഞത്. ഞാൻ പുറത്ത് പറഞ്ഞു എന്ന് പറഞ്ഞ മീഡിയയോടല്ല ശരിക്കും ഇത് പറഞ്ഞത്. ആദ്യം പറഞ്ഞു മധുബാലകൃഷ്ണൻ എന്നൊരു ഗായകനോട് പറഞ്ഞു, അദ്ദേഹം ഈ പ്രകാശ് സംബിയുടെ നമ്പർ വന്ന് അദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞു. അപ്പോൾ അതാ കേസ് അവിടെ സംസാരിച്ചിരുന്നു, അതിലൊന്നും ഇല്ലയെന്ന് പറഞ്ഞപ്പോൾ അവിടെ തീർന്നു. പിന്നീട് രണ്ടാമത് ഇതിലാരോ ഇവരുടെ ബാലുവിൻ്റെ കൂടെ വർക്ക് ചെയ്തവരെ മെയ് മാസത്തിൽ സ്വർണ്ണക്കടത്തുമായിട്ട് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ഈ പറഞ്ഞ മാതിരി ബാലുവിൻ്റെ അച്ഛനെ വിളിച്ചു പറഞ്ഞു. അവരാണ് മാധ്യമങ്ങളെ അറിയിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ ഈ ചർച്ചയിലേക്കൊക്കെ വന്നത്. എപ്പോഴെങ്കിലും ഒരു കോള് വന്നിട്ടുണ്ടായിരുന്നു ഇത് പുറത്ത് പറയാതിരുന്നാൽ ഇത്ര പൈസ തരാം അല്ലെങ്കിൽ എന്തെങ്കിലും ഓഫർ ചെയ്യാമെന്ന് പറഞ്ഞാൽ? ഫോണിക്കിടെ അല്ല, നേരിട്ട് വന്ന് പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ പറഞ്ഞ് ആലോചിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു. നമ്മൾ വേറെ ഒന്നും പറഞ്ഞില്ല. അത് ഉണ്ടായിക്കൊണ്ടിരിക്കണേ അതൊക്കെ ചിലപ്പോൾ CBIക്കാർ തന്നെ പറഞ്ഞു കൊടുക്കുന്നതായിരിക്കും. CBIനെ നമുക്ക് അങ്ങനെ ഒരു വിശ്വാസമില്ലാത്തൊരു ഗ്രൂപ്പായിപ്പോയി. CBIന്ന് നമ്മൾ കേൾക്കുമ്പോൾ എന്നാന്ന് പറയുക, കേരളത്തിലെ ജനങ്ങളുടെ അടുത്ത് CBIന്ന് കേൾക്കുമ്പോൾ CBI ഡയറക്കുറിപ്പ് എന്ന് പറഞ്ഞാൽ SN സ്വാമിയുടെ ഒരു കഥയിലുള്ള ഒരു സിനിമയാണ് മമ്മൂട്ടി ഭയങ്കരമായിട്ട് കേസ് തെളിയിച്ചൊരു സംഭവമുണ്ട്. അപ്പം ഞാനും ഈ CBIന്ന് കേൾക്കുമ്പോൾ അങ്ങനെ പ്രതീക്ഷിച്ച് ജീവിതത്തിൽ ആദ്യമായിട്ട് CBIയുടെ ഓഫീസിലൊരു 4 വർഷം മുമ്പ് ചെല്ലുവാണ് തിരുവനന്തപുരത്ത്. ചെല്ലുമ്പോൾ ആ ഓഫീസിൻ്റെ ഡോറ് വരുന്ന അകത്തേക്ക് കയറുമ്പോൾ നമ്മുടെ മനസ്സിലെങ്ങനെയാണ് മമ്മൂട്ടിയുടെ ഒരു പ്രതിപുരുഷൻ അവിടെ ഇരിപ്പുണ്ടാവും എന്ന് പറഞ്ഞത്. ഇത് വെറുതെ ഒരു എന്തെന്ന് പറയണത് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. CBI ഇപ്പം കേരളത്തിലെ ആൾക്കാർ ഒരു കേസ് വന്നു കഴിഞ്ഞിട്ട് CBI അന്വേഷിക്കണം എന്ന് പറയുമ്പോൾ എനിക്ക് തമാശ തോന്നണം. ഈ പറയുന്നവർക്ക് താല്പര്യം ആ കേസ് രക്ഷപ്പെടേണ്ടെന്ന് ഓർത്തോണ്ടായിരിക്കും. CBI ഏത് കേസ് അവിടെ വലിയ പ്രമാദമായിട്ട് തെളിയിച്ചേക്കണം ഒന്നുമില്ല. ഇപ്പോൾ അഭയ കേസ് തെളിയിച്ചെന്ന് അവർ പറയുന്നുണ്ട്. CBIയുടെ 4ാം പതിപ്പ് അത് തെളിയിച്ചത്, 4ാമത്തെ അന്വേഷണ ഏജൻസിയാണ് അത് തെളിയിച്ചത്. അങ്ങനെ നിങ്ങളുടെ ചെറിയ ചെറിയ കേസുകൾ ഇതൊക്കെ അവർക്ക് സുഖമായിട്ട് അന്വേഷിച്ച് തെളിയിക്കുക, അല്ലെങ്കിൽ വ്യക്തമായിട്ട് തെളിവില്ല എന്നും പറഞ്ഞുകൊണ്ട്. ഇപ്പം ഞാനൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ കാര്യത്തിന് അങ്ങനെ തെളിവില്ല എന്നുണ്ടെങ്കിൽ അവരെന്നെ വിളിച്ച് പറയണം. അല്ലെങ്കിൽ സോബി പറഞ്ഞ് ഇന്ന ആൾ അവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ആൾ അവിടെ ഇല്ല എന്ന് പറഞ്ഞെങ്കിൽ അവരെ രണ്ടുപേരും കൂടി കൂട്ടിയിട്ടിട്ട് നമ്മൾ സംസാരിക്കണ്ടേ, ഇത് ഇങ്ങനെ എല്ലാവർക്കും സംസാരിക്കണ്ടേ. ഇതിനൊന്നും അവർ തയ്യാറായിട്ടില്ല. CBI മനഃപൂർവ്വം കേസ് തെളിയിക്കാതിരിക്കുന്നതെന്നാണോ? 100%. കേരള പോലീസാണ് ഫസ്റ്റിൽ അന്വേഷിച്ചത്. പോലീസ് തന്നെ വിളിച്ചിട്ടൊന്നുമില്ല, ചോദിക്കാനൊന്നും വിളിച്ചിട്ടില്ല. ക്രൈംബ്രാഞ്ച് വിളിച്ചിരുന്നു. പോലീസിൻ്റെ നല്ല ചാർജ് ഷീറ്റായിരുന്നു ഉണ്ടായിരുന്നത്. FIR നല്ല ഇതിൽ അവർ FIR എഴുതിയിരുന്നെന്ന് പറഞ്ഞത്.
അപ്പോൾ ആ ഓരോ എഫ്ഐആറിൻ്റെ ഓരോ പേജ് വിശകലനം ചെയ്ത് ഇവർ അന്വേഷിച്ചില്ല. അതല്ല, ഒരു എഫ്ഐആറും കൊടുത്തു കഴിഞ്ഞാൽ ആ ഓരോ പാരഗ്രാഫ് ബേസ് ചെയ്തിട്ട് ഇവർ അന്വേഷിച്ച് മുന്നോട്ടേക്ക് പോകണ്ടേ. അത് അവർ ചെയ്തിട്ടില്ല. അത് അവരെ വലിയ തെറ്റല്ലേ അവർ ചെയ്തത്. CBIക്ക് പിന്നിലും ആരെങ്കിലും ഉണ്ടോ? അല്ല, അതുകൊണ്ടല്ലേ ഇത് തെളിയാണ്ടിരിക്കണേ. അതുകൊണ്ടല്ലേ ഇപ്പോൾ നമ്മളിവിടെ സംസാരിക്കണേ. അല്ലെങ്കിൽ കേസ് തെളിഞ്ഞാണെങ്കിൽ ഇപ്പോൾ ഇവിടെ ഇരിക്കേണ്ട കാര്യമില്ലല്ലോ. ചിലപ്പോൾ ലക്ഷ്മി സംസാരിച്ചതിന് ശേഷം ഇന്ന് 6 മണിക്ക് ശേഷം ഈ കേസ് വേറെ വഴിത്തിരിവിലേക്ക് ഉറപ്പായിട്ടും വേറെ വഴിത്തിരിവിലേക്ക് പോകും. അല്ല, അതിനുള്ള അതാ പറഞ്ഞ കാലം ഒന്നും വെക്കുന്നൊന്നും മായ്ച്ചു വെക്കില്ല. ഇപ്പം അർജുൻ്റെ അറസ്റ്റ് 6 കൊല്ലത്തിന് ശേഷമല്ലേ സെയിം കേസിൽ. അപ്പോൾ അർജുൻ്റെ ബാലുവിൻ്റെ ഡ്രൈവർ ആയിരുന്നില്ലേ. അപ്പോൾ പുള്ളി ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു പണി ആയിരിക്കില്ലേ. ഇതിനെന്തെങ്കിലും ഇൻവോൾവ് ഉണ്ടായിട്ട് നേരത്തെയും ഇതുണ്ടായെങ്കിലല്ലേ ഇതിലേക്ക് എത്തുള്ളൂ. അത് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാകും. അല്ലാണ്ട് ലക്ഷ്മി പറഞ്ഞു കേസ് അവസാനിച്ചു എന്നും പറഞ്ഞുകൊണ്ടൊരു സാധനം വരില്ല. ലക്ഷ്മി സംസാരിച്ചെങ്കിൽ അത് അടുത്ത തലത്തിലേക്ക് പോകും. അതല്ലാണ്ട് വേറെ ഒന്നിലേക്കും പോകില്ല. ഇനി അർജുന ഈ ഒരു കേസിൽ പെട്ടതുകൊണ്ടായിരിക്കുമോ ഇനി ലക്ഷ്മി ഇപ്പം സംസാരിക്കാൻ തയ്യാറായത്? അതായിരിക്കുള്ളൂ. അത് അവരാരെങ്കിലും രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടോ വേറെ എന്തെങ്കിലും ആയിരിക്കും. ഇത്രയും നാൾ എത്രയോ കാലം അവർക്ക് സംസാരിക്കാറുണ്ട്. ഒരു വാക്ക് വന്ന് പറഞ്ഞാൽ മതി, ഒരു വാക്ക് പറഞ്ഞ് വന്നാൽ മതി ഇതിങ്ങനെയൊക്കെയാണ്. അല്ലെങ്കിൽ പിന്നെ ആദ്യകാലത്ത് അവർക്ക് പറയാം ഞാനിങ്ങനെ ഒരു മാനസിക ഡിപ്രഷനിലേക്ക് ദൈവം ഇത് തന്നെ ഇപ്പോൾ ഉപദ്രവിക്കരുത്. ഒരു വാക്ക് ചാനലിൽ പറഞ്ഞാൽ തന്നെ ആൾക്കാർ സപ്പോർട്ട് ചെയ്ത് തന്നെ. ഇതിപ്പോൾ ആര് സപ്പോർട്ട് ചെയ്യും? അവർക്ക് ദുരൂഹത കൂട്ടാനല്ലേ ഇത് ഉപയോഗിക്കുള്ളൂ. വണ്ടി ഏതെങ്കിലും മരത്തിൽ ഇടിച്ചു വല്ലതാണോ കിടന്നത്? അതോ അല്ല, ഞാൻ കാണുമ്പോൾ അതൊന്നും നമ്മുടെ മനസ്സിലില്ല. അതൊന്നും എനിക്കറിയില്ല, കണ്ടിട്ടില്ല. അതൊക്കെ കാണാത്ത കാര്യം തോന്നിയിട്ടേ ഇല്ല. അല്ല, വണ്ടി അവിടെ കിടപ്പുണ്ട്. അത് ആക്സിഡന്റ് ആണ് എന്നൊന്നും നമുക്കറിയില്ലല്ലോ. ആ സംഭവങ്ങളൊന്നും നമുക്കറിയില്ല. പൊതുവെ ഒരു വണ്ടി കിടക്കുമ്പോൾ അറിയാലോ അതെന്നു വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഓപ്പോസിറ്റ് ഇങ്ങനെ കയറി കിടക്കണേ. ഇതിപ്പോൾ റോഡാണ്, നമുക്ക് വണ്ടിയുടെ ഫ്രണ്ട് കാണാൻ പറ്റില്ല, ബാക്ക് സൈഡ് കാണാൻ പറ്റുമായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് ബാക്കിലുള്ള ഗ്ലാസ് പൊട്ടിയത് നമ്മൾ കണ്ടത്. പിന്നെ ഒരു മഞ്ഞ് മൂടിയ ഒരു അവസ്ഥയിലും ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് ആ കാറിലുണ്ടായിരുന്ന ബാലുചേട്ടൻ മാത്രമാണ് മരണപ്പെട്ടത്. അതെ, മകളും അർജുൻ ചേട്ടൻ. അല്ലാതെ ലക്ഷ്മിക്ക് കാര്യമായിട്ട് ഒരു പരിക്കോ അർജുനും വലിയ സീരിയസ് പരിക്കുകളൊന്നും ഇല്ലായിരുന്നു. 2 ഒടിവ് കാര്യങ്ങളാണ്. അതാണ് നമ്മുടെ ഹൈക്കോടതി പുനരന്വേഷണത്തിന് കൊടുത്തപ്പോൾ 23 ചോദ്യങ്ങൾ ചോദിച്ചേക്കണേല് ഫ്രണ്ടിലിരുന്ന സീറ്റ് ബെൽറ്റ് ഇരുന്ന ലക്ഷ്മിക്ക് നിസാര പരിക്ക്. സീറ്റ് ബെൽറ്റ് ഇടാതെ അർജുൻ ഓടിച്ച വണ്ടി 70-80 കിലോമീറ്റർ സ്പീഡാണ് CBI പറഞ്ഞത്. ആ അർജുനിന് സീറ്റ് ബെൽറ്റ് ഇടാണ്ട് ഓടിച്ചിട്ട് അർജുന് നിസാര പരിക്ക്. പുറകെ കിടന്ന് ഉറങ്ങിയ ബാലുവിന് ഇത്രയും ഒടിവ്. അതിൽ നിങ്ങൾ കാരണം പറയണമെന്ന് പറഞ്ഞ് അങ്ങനെയാണെങ്കിൽ ഇതിന് ബാലുവിനേക്കാളും കൂടുതൽ പരിക്ക് പറ്റില്ല അർജുനല്ലേ. ഫ്രണ്ടിൽ ഓടിച്ചുകൊണ്ടിരുന്ന് അത് സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടുണ്ടായില്ല. അപ്പോൾ അത് കോടതി നല്ല ചോദ്യങ്ങളാണ് ചോദിച്ചായിരുന്നു. അറിഞ്ഞുകൊണ്ട് ആരെങ്കിലും സ്വന്തം ഭർത്താവിനെയോ അല്ലെങ്കിൽ കുഞ്ഞിനെ കൊലയ്ക്ക് കൊടുക്കുമോ? അതിനെക്കുറിച്ചൊന്നും നമ്മൾ മറുപടി ഇല്ല പറയാനായിട്ട്. നമ്മൾ പറയാൻ പാടില്ലാത്ത മറുപടികളാണ് അതൊക്കെ. അതിനാണ് ഞാൻ എപ്പോഴും ടാഗ്ലൈനായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ആസൂത്രിതമായ കൊലപാതകമായിരുന്നു ബാലുവിൻ്റെ എന്ന് തെളിയുന്നു. അത് ഞാൻ എല്ലാ ടൈമിലും ആ ഒരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്കൊക്കെ കുറച്ചുകൂടി തുറന്നു പറയണമെങ്കിൽ ലക്ഷ്മി ഒന്ന് സംസാരിച്ചതിന് ശേഷം ഞാൻ പറയാം. അങ്ങനെ തോന്നാൻ സാറിന് എന്താണ്? അതിന് കുറേ കാര്യങ്ങളുണ്ട്, കുറേ കാര്യങ്ങൾ. അത് പറയാം. നമുക്ക് പറയാന്ന് വെച്ചാൽ ഇപ്പോൾ അവർ പറയുമ്പോൾ ഞാൻ മറുപടി പറയേണ്ടി വരില്ലേ പല കാര്യത്തിനും. പുറമെ പറയുന്നത് കേട്ടോ അരുത കാണാൻ പാടില്ലാത്തത് എന്തോ കണ്ടു. അതെ, അതിനുള്ള മറുപടിയാണ് ഞാൻ പറഞ്ഞു. അവർ പറയട്ടെ, പറഞ്ഞു കഴിയുമ്പോഴത്തേനും അത് മറുപടി പറയാം, അവസരമുണ്ട്. അതിപ്പം പുറത്ത് വരുമ്പോൾ അവർ പറഞ്ഞതിന് തിരിച്ച് പറയുന്ന പോലെ ആയിരിക്കും. ആയിക്കോട്ടെ, മതി, അത് മതി. അതല്ലെങ്കിൽ അത് ഞാൻ ആദ്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ സാധനം അവർ ആ ഒരു ഐറ്റം ഇല്ലാണ്ട് കളയല്ലേ ചെയ്യുന്നത്. നമ്മളൊരു സാധനം അവർക്ക് ഇട്ട് കൊടുക്കുമ്പോൾ അവർ ഇല്ലാണ്ട് ഇപ്പം അവർ സംസാരിച്ച് കഴിയുമ്പോൾ എനിക്ക് സംസാരിക്കണ്ടേ. അവർ സംസാരിച്ചതിന് ഞാൻ 6 കൊല്ലം പുറകെ നിന്ന ഒരാൾ ഞാൻ വെറുതെ ലക്ഷ്മി വാ തുറന്നെന്ന് പറഞ്ഞുകൊണ്ട് മിണ്ടാണ്ട് നാളെ വീട്ടിൽ കയറി പൂട്ടിയിരിക്കാനൊന്നും ഉദ്ദേശിച്ചിട്ടൊന്നുമില്ല. ചേട്ടൻ ഇപ്പം അന്ന് ശരിക്കും കണ്ടായിരുന്നോ? കാണാൻ പാടില്ല. അല്ല, അതാ ഞാൻ പറഞ്ഞത്. ബാലുവിനെ മൃതപ്രായനാക്കിയെന്നാണ് ഞാൻ പറഞ്ഞത്. കൊല്ലണ കണ്ടൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല, വണ്ടി ഇടിക്കണ കണ്ടൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഇതിനെല്ലാം മുമ്പേ ബാലഭാസ്കർ എന്ന കലാകാരനെ ഇവരും മൃതപ്രായനാക്കിയിരുന്നു. ആ ആക്കണ സമയത്ത് ഞാൻ കണ്ട ആൾക്കാർ എൻ്റെ കണ്ണിൽ ഇപ്പോഴും ഉണ്ട്. അത് ബാലഭാസ്കർ ആയിരുന്നു എന്ന് അന്നേരം എനിക്കറിയില്ല. ആ സമയത്ത് നമുക്ക് അറിയാൻ യാതൊരു ചാൻസും ഇല്ല. ആ വണ്ടിയിലിരുന്ന സ്ത്രീ അല്ല, സ്ത്രീ ആയിരുന്നു എന്ന് എനിക്കറിയില്ല. അതാ പറയുക, ഡ്രൈവറുടെ ഓപ്പോസിറ്റ് ഒരാൾ ഇങ്ങനെ തല കുമ്പിട്ട് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ അത് ആണാണോ പെണ്ണാണോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ. അതൊന്നും നമുക്ക് വ്യക്തതയില്ല. അതിനൊന്നും നമ്മൾ ഇല്ലാത്തതിനും മറുപടി പറയേണ്ട കാര്യമില്ല. ലക്ഷ്മിയുടെ വീട്ടുകാർ എപ്പോഴെങ്കിലും ബാലുചേട്ടൻ്റെ വീട്ടുകാർക്ക് എന്തെങ്കിലും സഹായമായിട്ട്? ഒന്നുമില്ല എന്ന് ഉണ്ണിച്ചേട്ടൻ പറഞ്ഞു. അവരുമായിട്ട് ഒരു കണക്ഷനും ഉണ്ടായില്ല, ഒരു കണക്ഷൻ പോലും. അപ്പോൾ അതെല്ലാം പറഞ്ഞ് ബാലുവിൻ്റെ പെങ്ങൾ മീര മരിച്ചപ്പോൾ ഇവർ കഴിഞ്ഞില്ല കാണാനായിട്ട്. അതിൽ ഉപരി ഈ ബാലുവായിട്ട് ഏറ്റവും അടുത്ത് എവിടെ പോവുകയാണെങ്കിലും തിരിച്ചു വന്ന് പ്രാക്ടീസിലൊക്കെ ഇരിക്കണേ ശശികുമാർ സാറായിട്ട് ഇരിക്കണേ. ഇവർ അത്രയും നല്ല ബന്ധത്തിൽ നിന്നാ. അദ്ദേഹം മരിച്ചിട്ട് ഇവരാരും ചെന്നിട്ടില്ല. അപ്പോൾ അതൊക്കെ അത്ര നല്ലൊരു ലക്ഷണമല്ല. നമ്മൾ വീട്ടുകാരും ചെന്നില്ല, ആരും വന്നില്ല എന്നാണ് പറഞ്ഞത്. ഉണ്ണിച്ചേട്ടൻ പറഞ്ഞാണ് ആരും വന്നില്ല എന്ന് പറഞ്ഞത്. ഇവർക്ക് ഇൻഷുറൻസ് തുക മൊത്തം സ്വന്തമായിട്ട് അത് കിട്ടിയില്ലോ? അത് കിട്ടി. സ്വന്തമായിട്ട് എടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇനി ബാലുചേട്ടൻ്റെ വീട്ടുകാരായിട്ട് ഒരു അല്ല, അതല്ലെങ്കിലും ബാലുവിൻ്റെ വീട്ടുകാരായിട്ട് ബന്ധം ഉണ്ടെങ്കിലും തന്നെ അവർക്ക് കിട്ടൂലേ? അത് അവർക്കല്ലേ കിട്ടുള്ളൂ.
അതൊക്കെ വെറുതെ തെറ്റിദ്ധാരണ, അവർക്ക് ചുമ്മാ വെറുതെ ധരിക്കണം. അതിനല്ല ഈ ബാലുവിൻ്റെ മാതാപിതാക്കളൊക്കെ നല്ലൊരു മനുഷ്യരാണ്, അവർക്ക് പൈസയുടെ ഒന്നും ആവശ്യമുള്ളവരില്ല. രണ്ടുപേരും നല്ല കേന്ദ്ര ഗവൺമെൻറ് ജോലി ഉണ്ടായിരുന്ന ആൾക്കാരാണ്, നല്ല പെൻഷൻ മേടിക്കുന്നവരാണ്, നല്ല പൈസ പെൻഷൻ കിട്ടണമെന്നാണ് ഞാൻ അറിഞ്ഞത്. അവർക്ക് ഈ പൈസയുടെ ഒന്നും ആവശ്യമില്ല, സ്വന്തമായിട്ട് വീടും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, എല്ലാത്തിനും അവർക്ക് പേയ്മെൻ്റ് ഉണ്ട്. പിന്നെ എന്തിനാണ് ഇവരുടെ പൈസ? അത് പലപ്പോഴും അവർ അമ്മച്ചി പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് ഒരു പൈസയും അവൻ്റെ വേണ്ട, അവൾ എടുത്തോട്ടെ, പക്ഷെ എന്നാലും ഞങ്ങളായിട്ട് എന്തിനാ പിണങ്ങി നിൽക്കണമെന്നൊക്കെ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് ഇവർ. ലക്ഷ്മിയുടെ ഈ ഒരു ഇന്റർവ്യൂവിനെ പറ്റി ബാലുചേട്ടൻ്റെ അച്ഛൻ ചേട്ടനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് രാവിലെ ഞാൻ വേറൊരു ചാനലിൽ ഇൻ്റർവ്യൂവിന് ഇരിക്കുമ്പോഴാണ് ഉണ്ണിച്ചേട്ടൻ വിളിച്ചിരുന്നത്. അപ്പോൾ എൻ്റെ ഓഫീസിലൊക്കെ ഫോർവേഡ് ചെയ്ത് പോയത്. തിരിച്ചിറങ്ങിയിട്ട് ഞാൻ വിളിച്ചിരുന്നു ഇങ്ങനെ കാര്യങ്ങൾ. വേണമെങ്കിൽ ഒന്നുകൂടി വിളിച്ച് ഒന്നുകൂടി കൺഫേം ചെയ്യാം, ഉണ്ണിച്ചേട്ടൻ്റെ ഒരു അഭിപ്രായം കൂടി നമുക്ക് കേൾക്കാം. ഹലോ ഉണ്ണിച്ചേട്ടൻ, സോബിയ. പറഞ്ഞോളൂ. ഞാൻ പറയട്ടെ, നമ്മളിപ്പോൾ ഇന്ന് അവർ ഇൻ്റർവ്യൂ കൊടുത്തേക്കണ ഒരു രീതി അത്ര ശരിയായിട്ട് എനിക്ക് തോന്നിയില്ല കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പത്രസമ്മേളനം നടത്തിയിട്ട് പറയണമായിരുന്നു. ഇത് ഒരു ചാനലിന് മാത്രമല്ലേ കൊടുക്കണത്. ഒരു പത്രസമ്മേളനം നടത്തിയിട്ട് അതിന് പറയാറുന്നതിന് കുറച്ചുകൂടി നമുക്ക് ജെന്യൂനിറ്റി ആയിട്ട് നമുക്ക് തോന്നിയേനെ. അപ്പോൾ പത്രക്കാർക്ക് ഇത് ജെന്യൂനില്ലെന്ന് പറഞ്ഞാൽ ഇത് എനിക്ക് തോന്നണ ജോയി ഇവരെ കുറിച്ച് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. കമലൻ ജോയി. അപ്പൊ അതിനെതിരായിട്ട് ഇവിടെ ഇടണമാണ്. കാരണം അവൻ മിനിയാന്ന് മറ്റേ പറഞ്ഞു, ഇവളെ പിടിച്ച് ചോദ്യം ചെയ്ത കുറെ കാര്യങ്ങൾ അറിയാൻ പറ്റും, ഇവളാണ് എന്റെ പുറകിലുള്ള മെയിൻ കക്ഷി ആദ്യം തൊട്ടേ എന്നൊക്കെ അവൻ പറഞ്ഞിട്ടുണ്ട്. അവന്റെ ഫേസ്ബുക്കിൽ മറ്റേ ഇതിനകത്ത്. അല്ല, ഇത് ജോയി ഇത് നേരത്തെയും പറഞ്ഞിട്ടുണ്ടായി. പക്ഷേ ഈ 6 വർഷം മുമ്പ് പറയുമ്പോഴും പുള്ളിക്കാരത്തി ഇപ്പം ഇത് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ ഇപ്പോൾ ഒരു ചാനലിൻ്റെ ഇൻ്റർവ്യൂവിന് ഇരിക്കുക. അപ്പോൾ അവിടുന്ന് ചേട്ടനെ വിളിക്കണത്. അപ്പോൾ അവരും ചോദിച്ചു ഇത് എന്താണ് ഇങ്ങനെ പറയാൻ കാരണം എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കൊരു അഭിപ്രായം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊരു തിരുവനന്തപുരത്ത് തന്നെയല്ലേ, അപ്പോൾ അവർക്ക് അവരുടെ ആ ചാനലിൽ ഓഫീസിൽ പോകണ നേരം കൊണ്ട് ഒരു പ്രസ് മീറ്റിൽ വന്നിട്ട് പ്രസ് മീറ്റായിരുന്നെങ്കിൽ എല്ലാ മാധ്യമങ്ങൾക്കും ചോദിക്കാറുണ്ട് പുള്ളിക്കാരത്തിൻ്റെ അടുത്തേ. ഇതിപ്പോൾ അവർ പറയണ മാത്രമല്ലേ ഇതിൽ എന്തായിരിക്കും നടക്കണമെന്നുള്ള അറിയാൻ പറ്റുള്ളൂ. ഇല്ലില്ല, നമുക്ക് കേട്ടിരിക്കാനേ പറ്റുള്ളൂ. ഇല്ലില്ല, നമുക്ക് കേട്ടിരിക്കാനേ പറ്റുള്ളൂ. ആയിക്കോട്ടെ. അല്ല, മറുപടി പറഞ്ഞു. ഞാനപ്പോൾ മനോരമയ്ക്ക് പിന്നെ അരുണിന് ഞാൻ മെസ്സേജ് ഇട്ടിട്ടുണ്ട്, ഇവരുടെ ഇതിന് ശേഷം എനിക്ക് സംസാരിക്കാൻ കേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പുള്ളി ഓക്കെ എന്നും പറഞ്ഞുകൊണ്ട് മെസ്സേജ് ഇട്ടിട്ടുണ്ട്. അത് കഴിയുമ്പോൾ വിളിക്കും അവർ. ഓക്കെ 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 ഏട്ടാ. ബാലുചേട്ടൻ്റെ അച്ഛൻ പറഞ്ഞ പോലെ ജോയി തമലം ആരാണ്? ജോയി തമലം എന്ന് പറഞ്ഞ ആൾ ഇപ്പോൾ ഒരു പത്രപ്രവർത്തകനാണ്, ലീഡിങ് പത്രത്തിലൊക്കെ ഉണ്ടായിരുന്ന ആളാണ്, നല്ലൊരു ആളാണ്. അതിലുപരി ബാലുവിൻ്റെ കളിക്കൂട്ടുകാരനായിരുന്നു. ഇപ്പോൾ ഈ ബാലുവും ലക്ഷ്മിയും തമ്മിലുള്ള കല്യാണം നടത്താനായിട്ട് തന്നെ മുൻകൈ എടുത്ത് അതിന് രജിസ്റ്റർ ഓഫീസിൽ പോയിട്ട് അതിന് ഒപ്പിടുകയൊക്കെ ചെയ്തേക്കുന്ന പുള്ളിക്കാരനാണ്. പുള്ളിയാണ് ഈ മെയിൻ ആളായിരുന്നു. അപ്പോൾ ജോയി ആണ് ഈ കഴിഞ്ഞ ദിവസം ഏതൊരു ചാനലിൽ പറഞ്ഞിരുന്നു, ഈ ലക്ഷ്മിനെ പിടിച്ചൊന്ന് ക്വസ്റ്റ്യൻ ചെയ്താൽ ഇത് തെളിയുന്ന. ഇപ്പോഴാണ് ഞാനത് ഓർത്തെ. അപ്പം ഞാൻ ലക്ഷ്മിനെ പിടിച്ച് ക്വസ്റ്റ്യൻ ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും പുള്ളിക്കാരത്തി പത്രസമ്മേളനം നടത്തുന്നതെന്ന് എനിക്ക് തോന്നുന്നു. പ്ലാൻ ആയിട്ടായിരിക്കും. ജോയി നല്ല സ്ട്രോങ് ആയിട്ടാണ് പറഞ്ഞിരുന്നത്, സ്ട്രോങ് ആയിട്ട് തന്നെ പറഞ്ഞിരുന്നത്. അത് തന്നെയല്ല ഇപ്പോൾ ഈ രണ്ടാമത് ഈ വാർത്ത ഇങ്ങനെ പൊതുജനം അറിയാൻ കാരണക്കാരൻ ജോയിയാണ്. കാരണം ഈ അർജുനെ അറസ്റ്റ് ചെയ്ത് ഞാനൊക്കെ വാർത്ത നിങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടാകും, പത്രത്തിൽ ഇങ്ങനെ ഒരു റോബറി ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ അർജുനെന്ന് പേര് കേട്ടപ്പോൾ ജോയി അതിൻ്റെ പുറകെ പോയി അന്വേഷിച്ചെത്തിയിട്ടാണ് ഇവൻ തന്നെയാണ് അതെന്ന് കണ്ടെത്തിയിട്ട് ഈ വാർത്ത പൊക്കിക്കൊണ്ടുവന്നത്. ജോയി എപ്പോഴെങ്കിലും ചേട്ടൻ്റെ അടുത്ത് ഇതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചിട്ടുണ്ടോ? ഒരു 2-3 തവണ ചോദിച്ചിട്ടുണ്ട്. ഈ ഇടയിൽ കൂടെ ഒരാഴ്ച മുമ്പ് കൂടെ എൻ്റെ ഇൻ്റർവ്യൂ എടുത്താൽ അപ്ഡേഷൻ എന്നെ അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇത് വന്നപ്പോൾ ഫസ്റ്റ് വിളിച്ചു പറഞ്ഞ തന്നെയാണ്, ഞാനാണ് അത് പിന്നെ മാധ്യമങ്ങൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തത്. ബാലുചേട്ടൻ്റെ അച്ഛൻ ഇപ്പോഴും ലക്ഷ്മിയുടെ എതിർപ്പ് തന്നെയാണോ? എതിർപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരത് ആ രീതിയിലല്ലേ അവരോട് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരാൾ മരിച്ചു ആയിക്കോട്ടെ, അവരുടെ വീട്ടിൽ താമസിക്കണ്ട ആയിക്കോട്ടെ, എന്നാലും ഇവരായിട്ടൊന്ന് എന്തെങ്കിലും ഒരു കാര്യം. മകൾ മരിച്ചപ്പോഴും അമ്മാവ് മരിച്ചപ്പോൾ പോലും ചെന്നിട്ടില്ല. അപ്പോൾ എത്രയോ വൈരാഗ്യം ലക്ഷ്മിക്ക് ഈ ബാലുവിൻ്റെ മാതാപിതാക്കളോടുണ്ട്. അല്ലെങ്കിൽ ഒരു മരണ വീട്ടിൽ പോകണമെങ്കിൽ എത്ര ശത്രു ആണെങ്കിലും ഒന്ന് മരിച്ച വീട്ടിൽ അവർ പോവില്ല, ആരാണെങ്കിലും പോവില്ല. അത് ഒഴിവായി അവർ. സാറിന് തോന്നുന്നുണ്ടോ ഫസ്റ്റിലെ ലക്ഷ്മി ചെന്ന് സംസാരിക്കേണ്ടത് ബാലുചേട്ടൻ്റെ വീട്ടുകാരുമായിട്ടാണ്? 100%. ഇതിപ്പം മാധ്യമങ്ങളോട് അവർ സംസാരിക്കേണ്ടായിരുന്നു. ഈ ബാലുവിൻ്റെ മാതാപിതാക്കളുടെ അടുത്ത് പോയി ലക്ഷ്മി ഒന്ന് പറഞ്ഞാർന്നേ മതിയായിരുന്നു, അച്ഛാ ഇങ്ങനെയാണ് കാര്യങ്ങളൊക്കെ നടന്നത്, ഇതിലൊന്നും വ്യക്തതയില്ല, അതൊക്കെ ആൾക്കാരെന്തോ തെറ്റിദ്ധരിക്കണയാണ്, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്, എനിക്ക് പുറത്തു വരാൻ പേടിയാണ്, പലരും എന്നെ ഇത് ചെയ്യേണ്ടത്. ഈ രണ്ടിലേതെങ്കിലും ഒന്നുമല്ലേ സംഭവിച്ചിട്ടുള്ളൂ. ഒന്നും അല്ലെങ്കിൽ ഇതിനകത്ത് ഒന്നുമില്ല എന്ന് പറയും, അല്ലെങ്കിൽ ഉണ്ടെന്ന് പറയും. ഇത് രണ്ടും ആണെങ്കിലും ബാലുവിൻ്റെ അച്ഛനോടും അമ്മയോടും അല്ലേ പറയേണ്ടത്, അല്ലാണ്ട് പുറമേ ഉള്ള എന്നോടോ നിങ്ങളെപ്പോലുള്ള മാധ്യമങ്ങളോടോ അല്ല പറയണത്. അത് അവർ പറഞ്ഞില്ല. ഈ ഒരു ഇന്റർവ്യൂ ഇപ്പം മനോരമയെ കൊടുത്തതിലൂടെ ബാലുചേട്ടൻ്റെ അച്ഛൻ എന്താണ് പറയുന്നത്?
അല്ല ഈ ഒരു ഇന്റർവ്യൂ കൊടുക്കണ്ട എന്നായിരുന്നു. അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇപ്പോൾ ഞാൻ വിളിച്ചപ്പോൾ കേട്ടില്ലേ, ഞാൻ പറഞ്ഞ അഭിപ്രായത്തോടെ അദ്ദേഹം ചോദിക്കുക ഒരു പ്രസ് മീറ്റായിരുന്നു നടത്തേണ്ടിയിരുന്നത്. പ്രസ് മീറ്റ് നടത്തിയപ്പോൾ നിങ്ങൾക്കും പോയി ഇരിക്കാമല്ലോ, ചോദിക്കാമല്ലോ, നിങ്ങൾക്ക് ചോദിക്കാമല്ലോ. അതായിരുന്നു അവർ ചെയ്യേണ്ടത്. അത് പ്രസ് ക്ലബ്ബിലും വേണ്ടായിരുന്നു. അവർ താമസിക്കുന്ന സ്ഥലത്ത് ഒരു പ്രസ് മീറ്റ് വിളിച്ചാൽ എല്ലാവരും ചെല്ലില്ലേ. അപ്പോൾ ഇവർക്ക് ചോദിക്കാനുള്ള ചോദ്യങ്ങളും ചോദിക്കാറുണ്ട്. ഇതിപ്പോൾ അവർ എന്തായിരിക്കും അങ്ങനെ കൊടുത്തതെന്ന് എനിക്കറിയില്ല. ലക്ഷ്മിയുടെ അമ്മ എപ്പോഴെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ ഈ ഒരു കേസിനെ പറ്റി? ഇല്ലില്ല, എന്റെ മകൾ അറിയില്ല. എനിക്ക് ഡൗൺ ആയിട്ടിരിക്കുന്നത് കൊണ്ടാണ് സംസാരിക്കാത്തത്. അതിനൊന്നും പറഞ്ഞ വാർത്ത ഒരു സ്ഥലത്തും കണ്ടിട്ടില്ല. ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് ലക്ഷ്മിയുടെ കുടുംബാംഗങ്ങളോ എവിടെയെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തായിട്ട് ഞാൻ കണ്ടിട്ടില്ല. എന്നോട് ആരും പറഞ്ഞിട്ടില്ല. ലക്ഷ്മി എന്താ പറയുന്നതെന്ന് അറിയാൻ പ്രതീക്ഷയുണ്ടോ? ഇല്ല, എനിക്ക് അങ്ങനെ പ്രതീക്ഷയൊന്നുമില്ല. അവർ കൂടുതൽ കാര്യങ്ങളൊന്നും പറയുന്നും ഒരു പ്രതീക്ഷയില്ല. എല്ലാത്തിനും ഖണ്ഡിക്കും, എല്ലാത്തിനും അവർ ഖണ്ഡിക്കും. എല്ലാവരും, ഞാനോ ജോയി, ബാലുവിൻ്റെ മാതാപിതാക്കൾ, ഇവരെല്ലാം മാതാപിതാക്കളെ കുറ്റപ്പെടുത്തുമെന്ന് അറിയില്ല. ബാക്കിയുള്ളവരൊക്കെ അവർക്ക് അവരെ ആ രീതിക്ക് അവർക്ക് പറയാനുള്ളത് അവർ പറയും. ഈ ജോയി എന്ന് പറയുന്ന വ്യക്തിയും ലക്ഷ്മിയായിട്ട് സംസാരിക്കാൻ ശ്രമിച്ചിട്ടില്ലേ? ഇല്ല, അവർ ഭയങ്കര സുഹൃത്തുക്കളല്ലായിരുന്നു. ഇവരെ കല്യാണം നടത്തി കൊടുത്ത ആളാണത്. അത് മരിച്ചു കഴിഞ്ഞിട്ട് എങ്ങാണ്ട് ഒരു ദിവസം എങ്ങാണ്ട് ജോയി വിളിച്ചു. അവർ വിളിച്ചപ്പോൾ അതല്ല ജോയി കഴിഞ്ഞ ദിവസം ചാനലിൽ പറഞ്ഞ്, ലക്ഷ്മി വിളിച്ചപ്പോൾ ലക്ഷ്മി പറഞ്ഞു ബാലുവിൻ്റെ കുറേ ആക്രി സാധനങ്ങൾ ഇവിടെ ഇരിപ്പുണ്ട്, അതൊക്കെ ഒന്ന്. അപ്പം ബാലുവിൻ്റെ വീട്ടിലേക്ക് വന്നില്ലെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അവനായാലും ചത്തില്ലേ, അവൻ്റെ കുറേ ആക്രി സാധനങ്ങൾ അവിടെ ഉണ്ട്, അതൊക്കെ എടുത്തുകൊണ്ട് വിൽക്കുക, എന്നിട്ട് വരാമെന്ന്. അങ്ങനെ പുള്ളി ജോയി പറഞ്ഞ വാർത്തയിൽ വന്ന് നന്നായിട്ട് വന്നിട്ടുണ്ടല്ലോ. അതൊരു ചാനലിൽ പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ന്യൂസ് 18 എങ്ങാണ്ടാ പറഞ്ഞത്. അത് പറഞ്ഞിട്ട് വാർത്ത ഇപ്പോഴും കിടപ്പുണ്ടല്ലോ. ജോയി ചേട്ടനെ നമുക്കൊന്ന് വിളിച്ച് സംസാരിക്കാൻ പറ്റുമോ? ജോയിന് ഇപ്പോൾ റീഡിങ്ങിന് കയറി കാണും. ഞാൻ രാവിലെ വിളിച്ചായിരുന്നു. ഇപ്പോൾ ചാനലിൽ വർക്ക് ചെയ്യുന്നുണ്ട്. രാവിലെ വിളിച്ചപ്പോൾ ജോയി ചേട്ടൻ എന്താണ് പറഞ്ഞത്? ലക്ഷ്മി ഈ ഒരു ഇന്റർവ്യൂ കൊടുക്കുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞത് സ്വാഗതം ചെയ്യുക. അപ്പം എന്നെപ്പോലെ തന്നെ പുള്ളി സ്വാഗതം ചെയ്യുക, ലക്ഷ്മി സംസാരിക്കട്ടെ, ബാക്കി അതിന് ശേഷം നമുക്ക് പറയാം. പുള്ളിയും സംസാരിക്കാനായിട്ട് കുറെ കാര്യങ്ങൾ നോക്കി വെച്ചിട്ടുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ പറഞ്ഞത് ലക്ഷ്മി പറയട്ടെ. ലക്ഷ്മി ഇപ്പോൾ സംസാരിച്ചു എന്ന് വെച്ചിട്ട് കേസ് തീരാനല്ല പോണത്. കേസ് ഒന്നുകൂടി ഉത്സാഹമായിട്ട് മുന്നിലേക്ക് പോകാനാണ് പോണത്. അല്ലാണ്ട് ലക്ഷ്മി സംസാരിച്ചു, ലക്ഷ്മി എല്ലാം പറഞ്ഞു, എല്ലാവരും എല്ലാം വിശ്വസിച്ച് ഞങ്ങൾ കേസ് മടക്കി, അതല്ല ഉണ്ടാവാൻ പോണത്. നേരെ ഓപ്പോസിറ്റ് ഉണ്ടാവാൻ പോണത്. അത് നിങ്ങൾ നോക്കിക്കോ. ചിലപ്പോൾ സാറ് പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെ ആയിരിക്കും ലക്ഷ്മിയും പറഞ്ഞു. അത് പറയാനാണെങ്കിൽ നേരത്തെ പറയാറുണ്ട്, CBIയോട് പറയാറുണ്ട്. അവർ CBIക്ക് CBIയുടെ 2 പതിപ്പിന് ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അത് നിലവിൽ കോടതിയിലുണ്ട്. അതിന് വിരുദ്ധമായിട്ട് അവർ എപ്പോൾ എന്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞാലും പല കാര്യങ്ങളും, ഞാൻ കണ്ട കാര്യങ്ങളൊക്കെ അങ്ങനെ സംഭവം എനിക്ക് ഓർമ്മയില്ല. എൻ്റെ കാര്യം ചോദിച്ചപ്പോഴാണ് പറഞ്ഞു എങ്ങനെ ആക്രമിക്കപ്പെടുന്നു പറഞ്ഞപ്പോഴാണ് പുള്ളിക്കാരത്തി പറഞ്ഞു ഞാൻ കൊല്ലത്തുനിന്ന് ജ്യൂസ് കുടിച്ചതിന് ശേഷം ഉറങ്ങിപ്പോയി, ഹോസ്പിറ്റലിലുള്ള അറിയണത്. അപ്പോൾ ഇനി ഞാൻ കണ്ടില്ല എന്ന് അവരെങ്ങനെ പറയണത്? CBI ഒരിക്കൽ പോലും ലക്ഷ്മിയെ ചോദ്യം ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ നുണപരിശോധന അല്ല, ചോദ്യം ചെയ്തിട്ടുണ്ട്. ചോദ്യം ചെയ്തെന്ന് വെച്ചാൽ വീട്ടിൽ പോയി കണ്ട് സംസാരിച്ചിട്ടുണ്ട്. അതല്ലാണ്ട് CBI ഓഫീസിലേക്ക് വിളിച്ചു വരച്ചൊന്നും ചോദിച്ചിട്ടില്ല, നുണപരിശോധനയ്ക്കൊന്നും വിധേയമാക്കിയിട്ടില്ല. സാറിനോട് നുണപരിശോധന നടത്തിയിട്ടുണ്ട്? നുണപരിശോധന നടത്തിയിട്ട് അവർ മാധ്യമങ്ങളോട് പറഞ്ഞു, ഞാൻ പറഞ്ഞു നുണയാന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞു നുണപരിശോധനയിൽ സോബി പറഞ്ഞൊക്കെ കറക്റ്റാന്ന് പറഞ്ഞു. നേരെ ചെന്നിട്ട് മാധ്യമങ്ങളോട് പറഞ്ഞു, ഞാൻ പറഞ്ഞു നുണയാന്ന് പറഞ്ഞിട്ട് കേസ് അവസാനിപ്പിച്ചു. എന്നിട്ട് ഇവർ കോടതി കൊടുത്തേക്കുന്ന റിപ്പോർട്ടിൽ എനിക്കൊരു മേജർ സർജറി കഴിഞ്ഞുകൊണ്ട് എൻ്റെ പൾസ് റീഡായില്ല, അതുകൊണ്ട് ഇത് എടുക്കാൻ പറ്റിയില്ല, നുണപരിശോധന നടത്താൻ പറ്റിയില്ല എന്നാണ് എഴുതി കൊടുത്തത്. അത് തന്നെ തെറ്റല്ലേ? ഇപ്പോഴും കുറച്ച് പേരെങ്കിലും വിശ്വസിക്കുന്നുണ്ട്. സാറ് പറഞ്ഞത് കള്ളം ആണെന്ന് പറയുന്നവരുണ്ട്. അവരോട് എന്താ പറയാനുള്ളത്? അവരോടൊന്നും പറയാനില്ല, കാലം തെളിയിക്കും. അവരോടൊന്നും പറയാനില്ലല്ലോ. കാരണം വെച്ചാൽ ഇപ്പോൾ ഈ അർജുന് എൻ്റെ വണ്ടി ഇടിക്കണവരെ ഞാൻ പറഞ്ഞു മുഴുവൻ നുണയാന്ന് പറഞ്ഞുകൊണ്ടല്ലേ എല്ലാവരും ഇരുന്നത്. അപ്പോൾ ഈ 6 വർഷത്തിന് ശേഷം അത് മാറ്റി പറഞ്ഞില്ലേ, ഇനി കുറച്ച് പേര് ഇരിപ്പിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാമെന്ന്. ഇനി ഞാൻ പറഞ്ഞില്ല, ഇനി ഒരു 6 വർഷത്തോടെ ഇപ്പം ഇത്ര അനുഭവിച്ചാൽ എന്തായാലും ഇനി അനുഭവിക്കേണ്ട വരില്ലല്ലോ. നമ്മൾ വെയിറ്റ് ചെയ്യും. ഈ 6 വർഷത്തിന്റെ ഇടയിൽ ഒരുപാട് അനുഭവിച്ചു. ഒത്തിരി അനുഭവിച്ചു. ഏറ്റവും മോശമായിട്ടുള്ള ഒരു അനുഭവം എന്താ? അല്ല, ജയിലിൽ പോയി കിടക്കേണ്ടി വന്നു. ജയിലിൽ പോയി കിടക്കേണ്ടി സാക്ഷി പറഞ്ഞതിന് അവർ വേറെ കള്ളക്കേസിൽ കുടുക്കി നമ്മൾ ജയിലിൽ കൊണ്ട് എടുത്ത് നമ്മളെ സുഖമായിട്ട് ഇറങ്ങി പോകുന്നു. അത് കഴിഞ്ഞിട്ട് പക്ഷെ അതൊക്കെ ഒരു വാർത്തയൊക്കെ ആയിട്ട് വന്നതല്ലേ. അപ്പോൾ അതിൻ്റെ ചെറിയ മാനസിക പീഡനമൊക്കെ ആ സമയത്ത് എനിക്ക് തോന്നിയിരുന്നെങ്കിലും നമ്മൾ വന്ന് കിടക്കണത് ഇന്നൊരു കാര്യത്തിൽ സത്യം പറഞ്ഞുകൊണ്ട് അന്ന് നമുക്ക് കുറച്ച് വിശ്വാസം ഉള്ളതുകൊണ്ട് നമുക്ക് പ്രശ്നം ഉണ്ടായില്ല. ചേട്ടൻ ഇടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു ഇതിലൊരു പ്രമുഖ സ്വർണ്ണക്കട ഉടമയാണെന്ന്. ഉണ്ട്, ഇപ്പോഴും പറയേണ്ടത് തന്നെ. പേടിയൊന്നുമില്ല, നമ്മൾ പറഞ്ഞിട്ട് ആരെ തെളിയിക്കണത്? അത് ഞാനൊരു മാധ്യമത്തിനോട് പറഞ്ഞിട്ട് അത് ആരാ തെളിയിക്കും? ഇത് പ്രൂവ് ചെയ്യണ്ടേ, കോടതിയിൽ പ്രൂവ് ചെയ്യണ്ടേ, ഇതിങ്ങനെ സംഭവിച്ചു എന്നുള്ള പ്രൂവ് ചെയ്യണ്ടേ? അത് ആരാ ചെയ്യേണ്ടത്? ഞാനും നിങ്ങളല്ല, ഈ കേസ് അന്വേഷിക്കണവരല്ലേ ചെയ്യേണ്ടത്. അപ്പോൾ അതല്ലെങ്കിൽ ഇപ്പം അതിനാണ് ഞാൻ പറഞ്ഞത്, ഈ നുണപരിശോധനയിൽ നമ്മളിതെല്ലാം ബ്രെയിൻ മാപ്പിങ്ങിൽ ഇതെല്ലാം പറയില്ലേ, നമ്മൾ അബോധാവാസിക്കെടുത്ത് പറഞ്ഞില്ലേ, പൊതുജനം ലൈവ് കേട്ടോണ്ടിരിക്കുകയല്ലേ. അപ്പോൾ തീരാനുള്ള പ്രശ്നമുള്ളൂ. അപ്പോൾ എനിക്ക് ആരും പേടിക്കേണ്ട കാര്യമില്ല. കേസ് പിന്നെ മുന്നോട്ടേക്ക് പോകും, വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഈ കേസ് മുമ്പോട്ട് പോയി ചേട്ടൻ്റെ പക്ഷത്ത് തന്നെ ശരി എന്ന് വിശ്വസിക്കുന്നുണ്ട്? 100%. ഞാൻ കണ്ടത് സത്യമുള്ള എൻ്റെ കണ്ണിനെ വിശ്വസിക്കും. അപ്പോൾ നമ്മളിവിടെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. ഇപ്പം കുറേ വർഷം കഴിയുമ്പോൾ ഇങ്ങനെ ഒരാളായിട്ട് സംസാരിച്ചില്ല എന്ന് പറഞ്ഞാൽ ആൾക്കാർ സ്ഥാപിച്ചെടുത്താലും നിങ്ങൾ സമ്മതിക്കാൻ പോകുന്നുണ്ടോ? ഇല്ല. തെളിവുണ്ട്, അതാണ് പറഞ്ഞത്. അതേമാതിരി നമുക്കടെ കണ്ണാണ് നമ്മുടെ തെളിവ്.
അപ്പോൾ അതുകൊണ്ട് നമ്മൾ അന്ന് കണ്ടപ്പം ഒരു വീഡിയോ എടുത്ത് വെക്കായിരുന്നു. CBI ചോദിച്ചൊരു കാര്യമാണ്. ഈ CBI ചോദിച്ചു. ഒന്നാമത്തെ ഈ മൊബൈലൊക്കെ എന്ന് പറയുന്നത് എനിക്ക് 57 വയസ്സുണ്ട്. ഞങ്ങളുടെ ജനറേഷന് പെട്ട സാധനമല്ല ഇത്. ഈ സാധനം അത്യാവശ്യം ഈ ഫേസ്ബുക്ക് നോക്കാം, അല്ലെങ്കിൽ ഓൺലൈനിൽ അയക്കാം, ഇത്ര അല്ലാണ്ട് വേറെ ഒരു പരിപാടി. ഇപ്പോൾ പ്രോഗ്രാമിന് കലാഭവൻ്റെ ഗാനവിളിക്ക് പോകുകയാണെങ്കിൽ നല്ലൊരു ഇത് കണ്ടാൽ എടുക്കാനുള്ള ഇതൊന്നും എനിക്കില്ല. അത് നമ്മൾ അതിൽ ആക്റ്റീവല്ല. പക്ഷെ നിങ്ങളെപ്പോലുള്ള പുതുതലമുറ വെക്കുന്നത് കണ്ട അതിനാ പോവുള്ളൂ ഫസ്റ്റ്. CBI ഇതേ ചോദിച്ചു, സോബി ഒരു വീഡിയോ എടുത്ത് വെക്കാൻ പറ്റും. നമ്മൾ എന്തെന്നും പറഞ്ഞിട്ടുണ്ടാവും, ഫ്രണ്ടിലൊരു ആരോ 2 വണ്ടിക്കാർ വന്ന് തർക്കം ഉണ്ടാവണം, അടിപിടി ഉണ്ടാവണം. ഇത് നേരെ മറിച്ച് അത് ബാലഭാസ്കർ എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇറങ്ങിച്ചെല്ലുമായിരുന്നു. അതിന് ആരും തർക്കം ഉണ്ടാവില്ലായിരുന്നു. അല്ലെങ്കിൽ ബാലഭാസ്കർ എന്നല്ല, അതേമാതിരി ഒരു കലാകാരന്മാരാരുവാന്ന് അറിഞ്ഞാൽ ഇറങ്ങിച്ചെല്ലും. അല്ലാത്തൊരവസ്ഥയിൽ ഞാൻ ഇറങ്ങി ചെന്നാൽ എൻ്റെ അവസ്ഥ എന്തായിരിക്കും? പക്ഷെ ഞാൻ ഇറങ്ങി ചെല്ലുമായിരുന്നു തീരുമാനമായി തന്നെ. അവരെന്തെങ്കിലും അക്രമം കാണിച്ച് എനിക്ക് കൈ വിട്ടു കാല് വിട്ട് എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ ഞാൻ അവിടെ ഉണ്ടായിരുന്നു, ഇതിന് ചെന്നു എന്ന് പറഞ്ഞൊരു തെളിവുണ്ടായാണ്. അപ്പോൾ അതൊന്നും വേറെ നമ്മൾ അങ്ങനെ ചിന്തിക്കണില്ലല്ലോ, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചിന്തിക്കണില്ല. എന്നാലും അന്ന് അത്രയും പേര് വന്ന് ചേട്ടനെ തെറി വിളിച്ചു എന്നൊക്കെ പറഞ്ഞു കാറിലിരുന്ന്. അപ്പോഴെങ്കിലും തോന്നിയിട്ടില്ലേ ഇതിലെന്താ ദുരൂഹത ഉള്ളതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത്. അപ്പോൾ അതിൽ ഈ കേസ് അന്വേഷിക്കുന്ന സമയത്ത് DRIക്കാർ എന്നെ ഒരു ദിവസം നോട്ടീസ് തന്ന് വിളിപ്പിച്ചു. ചെന്നപ്പോൾ അവർ പറഞ്ഞ്, എറണാകുളത്ത് ഓഫീസിൽ വന്നപ്പോൾ അവർ പറഞ്ഞു, സോബി ബാലഭാസ്കറിൻ്റെ കേസുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിനല്ല ഞങ്ങൾ വിളിക്കുന്നത്, ഞങ്ങൾക്കൊരു ആവശ്യം ഹെൽപ്പിന് വേണ്ടിയിട്ട്. അപ്പോൾ അവർ പറഞ്ഞു കുറച്ച് ഫോട്ടോസ് കാണിച്ചു തരും, അതിൽ ആരെങ്കിലും അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയണമെന്ന് പറഞ്ഞു. അങ്ങനെ കുറേ ഫോട്ടോസ് കണ്ടായിരുന്നു. 3 പേരെ ഏകദേശം തിരിച്ചറിഞ്ഞു. അതിൽ നിന്ന് ഷോർട്ട് ലിസ്റ്റ് നോക്കിയപ്പോൾ ഒരാളെ ഞാൻ പറഞ്ഞു ഇയാൾ ഇവിടെ 100% ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അവരൊരു അരമണിക്കൂർ എന്നോട് ഇരിക്കാൻ പറഞ്ഞു. ഇരുന്ന് കഴിഞ്ഞപ്പോൾ അവർ നോക്കിയിട്ട് വന്നു പറഞ്ഞു, ഞാൻ കാണിച്ചു കൊടുത്ത ആൾ രാത്രി 12:45 തൊട്ട് വെളുപ്പിന് 5 മണി വരെ ഈ ടവർ ലൊക്കേഷനിൽ ഉണ്ടായിരുന്ന DRIക്കാർ പറഞ്ഞു. എന്നിട്ട് ആ ഫോട്ടോയുടെ അപ്പുറം എന്നെ തമ്പൊക്കെ വെപ്പിച്ചിട്ട് വിട്ടെ. CBI എടുത്തത് ഇപ്പോൾ ഈ റിപ്പോർട്ട് അവർ മേടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. CBIക്കാർ പറഞ്ഞു ആ സമയത്ത് അയാൾ ബാംഗ്ലൂരായിരുന്നു. DRIക്കാർ പറഞ്ഞു ഈ മംഗലപുരം ഈ ഞാൻ പറഞ്ഞ ടവർ ലൊക്കേഷനിൽ അവരുണ്ടായിരുന്നു. CBIക്കാർ പറഞ്ഞു ആ സമയത്ത് അയാൾ ബാംഗ്ലൂരായിരുന്നു. നമ്മളിത് ആരെ പറഞ്ഞ വിശ്വസിക്കണത്? അപ്പോൾ അത് അങ്ങനെയാണ്. ഇയാൾക്ക് 2 ഫോൺ ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ 2 സിം ഉണ്ടായിരുന്നോ, അത് ഉപയോഗിക്കാറുണ്ട്. ഇതൊക്കെ അന്വേഷിക്കേണ്ട ആരാ? CBIക്കാരല്ലേ. DRIക്കാർക്ക് ഇതിൻ്റെ ആവശ്യമില്ല, ഈ കേസിൻ്റെ അല്ല. അവർക്ക് ആവശ്യത്തിനുള്ള മെറ്റീരിയൽ അവർ കളക്ട് ചെയ്തിട്ടാണ് പോയത്. CBI തന്നെയാണോ സാറിനെ കള്ളക്കേസിൽ കൊടുക്കിയത്? അല്ല, CBI ഇപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്ക് ഒരാളെ കേസിൽ കൊടുക്കണമെങ്കിൽ വലിയ പാടൊന്നുമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കി വന്ന ആളാണ്. CBIക്ക് ഒരാളെ കേസിൽ കൊടുക്കാനായിട്ട് സാധിക്കുമോ? ഇല്ല. അതിൻ്റെ പുറകിൽ നിൽക്കണവർക്കല്ലേ സാധിക്കുകയുള്ളൂ. അല്ലാണ്ട് അവർക്ക് വ്യക്തിവൈരാഗ്യമൊന്നും നമ്മളോടില്ലല്ലോ. കാരണം വെച്ചാൽ നമ്മളെ ഏതെങ്കിലും രീതിയിൽ അവർ അപമാനിച്ച് നമ്മളൊരു മോശക്കാരനാണെന്ന് ചിത്രീകരിച്ച് അത് നമ്മുടെ ഈ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഈ പുനരന്വേഷണം എന്ന് വെച്ചപ്പോഴാണ് ഇയാളെക്കുറിച്ച് പറയത്തക്ക ഭീകരമായ ആക്ഷേപങ്ങളൊന്നുമില്ല. പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ അയാളെ ഇതേമാതിരി ക്രൂശിച്ചിട്ട് ഒരു പ്രൈം വിറ്റ്നസിനെ ഇതിൽ നിന്ന് ഒഴിവാക്കിയെന്നാണ് ചോദിച്ചേക്കണത്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി നമ്മൾക്കുടെ കാര്യങ്ങളിൽ ജെന്യൂനിറ്റി പറയാതെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവരെന്താണ് ഇങ്ങനെ ചെയ്യുന്നത് നമുക്കറിയാൻ പാടില്ല. സാറിനിപ്പം കൃത്യമായിട്ട് അറിയാം ഇതിന് പിന്നിൽ ആരൊക്കെയാ ഉള്ളതെന്നും മെയിൻ ആരാന്നും അറിയാം. പക്ഷെ പറയാനൊരു പേടിയെന്ന് എന്താ പറയണത്? ഞാനിത് പറഞ്ഞ് ഞാൻ ആരാ തെളിയിക്കണമെന്നാണ് ഞാൻ ചോദിക്കണത്. ഞാൻ അവിടെ കിടന്ന് ഇങ്ങനെ വണ്ടി ആക്രമിച്ചു എന്ന് പറഞ്ഞിട്ട് തെളിയിക്കാൻ ആളുണ്ടായില്ല. അപ്പം ഞാൻ ഒരാളുടെ പേര് പറയുമ്പോൾ അയാൾ കേരളം മേടിക്കാൻ പൈസ ഉള്ള ആളായിരിക്കും. അയാളുടെ പേര് ചുമ്മാ വിളിച്ചു പറഞ്ഞിട്ട് നമ്മളെന്തിനാ വെറുതെ പുലിവാല് പിടിക്കാൻ പോണേ? ആ പുലിവാല് ഞാൻ പിടിക്കും. എങ്ങനെയാണെന്ന് പറയാമോ? ഈ പറയുന്ന ബ്രെയിൻ മാപ്പിങ്ങിൽ എന്താ എന്നെ ബ്രെയിൻ മാപ്പ് ചെയ്യണതിന് എന്താണ് തടസ്സം? നിങ്ങൾക്കൊരു തടസ്സമുണ്ടോ? പിന്നെന്താ കുഴപ്പമെന്ന് ഞാൻ ചോദിക്കണം. ഇത് എന്നെ ബ്രെയിൻ മാപ്പ് ചെയ്യണതിന് ആർക്കാ പ്രശ്നം? ഇനി അവർക്ക് പൈസ ഇല്ലെങ്കിൽ നമ്മൾ കൊടുത്ത് ചെയ്യാമെന്ന് പറയുന്നത്. ഇതിനെന്താണ് അവർ തടസ്സം നിൽക്കണേ? ആ ഒറ്റ ചോദ്യത്തിന് CBIക്ക് ഉത്തരവില്ല. അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞത്. എന്താ ആവശ്യമില്ലാത്ത? എനിക്ക് ആവശ്യമുണ്ടെന്ന് പറയുമ്പോൾ അത് സോബിയുടെ ആവശ്യമല്ലേ എന്ന് ചോദിക്കണേ. അപ്പോൾ എൻ്റെ ആവശ്യമാണ് നിങ്ങളൊന്നും ചെയ്യും, ഞാൻ പൈസ തരാമെന്ന് അതിൻ്റെ ഇത് കൊടുത്തോളാം എന്ന് പറയുമ്പോൾ അവർ സമ്മതിക്കണം. അത് ഞങ്ങൾ കോടതിയിൽ ഈ ആഴ്ച തന്നെ ഇനിയിപ്പോൾ ഇവരുടെ ഇത് ഇൻ്റർവ്യൂവിന് മുന്നോട്ട് നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും കുറച്ചുകൂടി സ്മൂത്ത് ഉണ്ടാവും കാര്യങ്ങൾക്കൊക്കെ. അതേപോലെ തന്നെ ബാലുച്ചേട്ടൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടാണ് സ്റ്റീഫൻ ദേവസി. പുള്ളിക്കാരനെല്ലാം അറിയായിരുന്നു. പുള്ളിക്കാരനും മിണ്ടാതിരിക്കുന്ന ആണോ? മിണ്ടണില്ല. പുള്ളിയല്ലേ ലാസ്റ്റ് ക്രിട്ടിക്കൽ ICയിൽ കയറിയത്. ക്രിട്ടിക്കൽ IC എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ആർക്കും കയറാൻ പറ്റില്ല. അപ്പോൾ അത് CBI അന്വേഷിച്ചില്ല. ഒന്നും രണ്ടല്ല, 43 മിനിറ്റ് സ്റ്റീഫൻ ദേവസി ക്രിട്ടിക്കൽ IC കയറി സംസാരിച്ചെന്ന് നേഴ്സിൻ്റെ മൊഴിയുണ്ട്. അപ്പോൾ ആരാണ് ഈ സ്റ്റീഫൻ ദേവസിനെ ഈ ക്രിട്ടിക്കൽ ICയിലേക്ക് കയറാനായിട്ട് പെർമിഷൻ കൊടുത്ത്? അതിനൊന്ന് കണ്ടെത്തണ്ടേ? അതിനവർ തെളിവില്ല. എന്താണ് അവിടെ സംസാരിച്ചത്? പുള്ളി പ്രാർത്ഥിച്ചതെന്നാണ് സ്റ്റീഫൻ ദേവസി ഈ പറഞ്ഞ CBIക്കാരോട് 43 മിനിറ്റ് പ്രാർത്ഥിച്ചത്. എന്ത് ദൈവിക ശക്തി ഉള്ളതെന്ന് പറ്റി നമുക്കറിയാൻ പാടില്ല. പക്ഷെ അങ്ങനെ ഒരു സമയത്ത് അങ്ങോട്ട് കയറ്റി വിടേണ്ടത് മാതാപിതാക്കളെ അല്ലേ, അച്ഛനെ? അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ല ഇത് ഈ കേസ് ഒരു സ്ഥലത്തും പോകാതെ ഞാൻ പറഞ്ഞില്ല. അങ്ങനെ ഒരു കാര്യം പോലും ഇവർക്ക് ആരാണ് പുള്ളിനകത്തേക്ക് കയറ്റി വിട്ടെന്ന് പോലും തെളിയിക്കാൻ പറ്റാത്ത CBIയുടെ അടുത്ത് ഞാൻ പറയുകയാണ് ഇന്ന ആൾക്കാരുടെ അടുത്ത് പങ്കിടുന്നു പറഞ്ഞാൽ എവിടെയെങ്കിലും നടക്കാൻ പോകണ്ടോ? അപ്പോൾ ബ്രെയിൻ മാപ്പിംഗ് ലൈവ് ജനം കണ്ടുകൊണ്ടിരിക്കില്ലേ? ഇപ്പോൾ നമുക്കുടെ ആവശ്യം വെച്ചാൽ എല്ലാവരും ക്യാമറ അകത്ത് ഫിറ്റ് ചെയ്തിട്ട് ഇറങ്ങിപ്പോകണം. ഇവിടെ ബ്രെയിൻ മാപ്പിംഗ് നടക്കുന്നത് നമ്മൾ ബെഡൊക്കെ എടുത്തല്ലേ ചെയ്യുന്നത്.
ക്യാമറ വെക്കേണ്ടവരൊക്കെ വെച്ചോളാം നമ്മൾ പറയും. വെപ്പിച്ചിട്ട് ഇറങ്ങി പോകുന്നു കഴിഞ്ഞാൽ അവിടെ ഇവർ എനിക്ക് ഇഞ്ചക്ഷൻ തന്നെ തൊട്ടുള്ള സാധനം ക്യാമറയൊക്കെ ജനം കാണണം. ചേട്ടൻ ഒരു പക്ഷേ ബ്രെയിൻ മാപ്പിംഗ് നടത്തിയെന്ന് വെച്ചോ, അതിന് തൊട്ടു പിന്നാലെ ലക്ഷ്മി വന്നൊരു ബ്രെയിൻ മാപ്പിംഗ് നടത്തിയാലോ? നടത്തിക്കോട്ടെ, അപ്പം നന്നാകൂലേ? അപ്പം എല്ലാം തെളിയില്ലേ? ബ്രെയിൻ മാപ്പിങ്ങിൽ നമ്മൾ നുണ പറയാൻ പറ്റില്ലല്ലോ, നമ്മൾ ഉറങ്ങിക്കിടക്കുമല്ലേ. അപ്പം നമ്മൾ ബ്രെയിൻ മാപ്പിങ്ങിന് ചെന്ന് നുണ പരിശോധന കണക്കല്ല, നമ്മൾ ചെന്ന് ഇതൊക്കെ കൊടുത്തു കഴിയുമ്പോഴത്തേനും 2018 സെപ്റ്റംബർ 25 വെളുപ്പിന് സോബി എന്താ കണ്ടതെന്നല്ല ചോദിക്കണേ. സോബി എവിടെയാണ് ജനിച്ചത്, വീട്ടിലാരൊക്കെയുണ്ട്, എന്താണ് ജോലി, എവിടെയാണ് ജോലി, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടോ, ബാക്കി ഇങ്ങനെ ചോദിച്ച് ഗ്രാജുവലായിട്ട് ചോദിച്ചാൽ വന്നെ. അങ്ങനെ അവർ പറഞ്ഞു ചോദിച്ച് വന്നിട്ട് ഈ പർട്ടിക്കുലർ പോയിന്റിലെത്തി നിന്നിട്ട് അത് ചോദിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെയും കുറേ കാര്യങ്ങൾ ചോദിച്ചിട്ട് ഇത് അവസാനിക്കണത്. അപ്പോൾ ഈ പറയുന്ന കൂട്ടത്തിലല്ല. അപ്പോൾ അതിനകത്ത് CBIക്കാർ പറഞ്ഞ് സോബി ഇതൊക്കെ ഇവർ തന്നാട്ടോ എന്നോട് ഇങ്ങനെ ചോദിക്കണേ. അപ്പോൾ സോബിയുടെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ ജനങ്ങൾ കാണട്ടെ. ഞാൻ പറഞ്ഞു എൻ്റെ സാറേ, എന്നെക്കുറിച്ച് ഞാൻ ഇത്ര നാളായിട്ട് യാതൊരു ലഹരി ഉപയോഗിക്കാത്ത ആളാണ്, മദ്യം കഴിച്ചിട്ടുള്ള, പുക വലിച്ചിട്ടുള്ള, ഡ്രഗ്സ് ഒന്നുമില്ല. അതെൻ്റെ കഴിവായിട്ടല്ല, എൻ്റെ കഴിവേടായിട്ടാണ് ഞാൻ കാണുന്നത്. ഇനി ഞാൻ വേണ്ടാത്ത എന്തെങ്കിലും ചെയ്തിട്ട് ജനം അറിഞ്ഞോട്ടെ, എനിക്ക് പ്രശ്നമില്ല. അത് ഞാൻ ഇവിടെ വേണ്ടാത്ത ചെയ്തിട്ട് ജനം അറിഞ്ഞോട്ടെ, കുഴപ്പമില്ല. പറഞ്ഞു വരുമ്പോൾ ഈ ബാലഭാസ്കറിൻ്റെ ഇവിടെ വരുമ്പോൾ തെളിയില്ലേ, എനിക്കിത് ആവശ്യമുള്ളൂ, ജനത്തിനും അത് ആവശ്യമുള്ളൂ. ഇതിവിടെ എന്താണ് സത്യം കാണുന്നത്, ആ ഒറ്റ പോയിന്റിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ചേട്ടനെല്ലാം ജനങ്ങളോട് അറിയണം, ജനങ്ങൾ അറിയണം, സത്യം തെളിയണം, അത്രേ ഉള്ളൂ. എന്ത് കള്ളക്കേസിലായിരുന്നു? അല്ല, അത് ഇതുമായിട്ട് ബന്ധപ്പെട്ടല്ല. അതിന് പറഞ്ഞു വരുമ്പോൾ കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. അത് നമുക്ക് ഇത് കഴിഞ്ഞിട്ട് ഞാൻ വിജയശ്രീ ലളിതനായിട്ട് വരും, അന്നേരം നമുക്ക് ഇന്റർവ്യൂ എടുത്ത് പറയാം. ഉറപ്പായിട്ടും വരും. മന്നം അല്ലെങ്കിൽ പിന്നെ എന്തിനാ നമ്മൾ ഈ ഒരു കാലം മുഴുവൻ ഇതിനു വേണ്ടിയിട്ട് ഓടിയത്? ഈ ഒരു 6 വർഷത്തിന്റെ ഇടയിൽ ചേട്ടന്റെ ഫാമിലി പറഞ്ഞിട്ടുണ്ട് ഇനി ഈ കേസിന് പുറമെ അല്ല, അതൊക്കെ ഇതോടുകൂടി മാറിപ്പോയി. അതൊക്കെ വലിയൊരു ദുരന്ത കഥയായിപ്പോയി. ഈ കേസിൽ ഇറങ്ങിയിട്ട് ആകെ പറഞ്ഞത് നമുക്ക് അനുഭവിക്കാത്ത കാര്യങ്ങളിലെ കടമ്പകളില്ല. അപ്പോൾ അതൊന്നും പോട്ടെ, അതൊക്കെ പോയത് പോട്ടെ, അതൊന്നും നമ്മൾ നോക്കണില്ല. ഫാമിലി ഇല്ല സാറിന്? അല്ല, അതൊന്നും ഞാൻ പറഞ്ഞില്ല. പേഴ്സണൽ കാര്യങ്ങളിലേക്ക് നമ്മൾ ഇടപെടില്ല. ഇപ്പം അത് പറയാൻ താല്പര്യമില്ലാഞ്ഞിട്ടല്ല, അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ബലം പോവും. നമ്മുടെ ആകപ്പാടുള്ള പോയിന്റ് എന്ന് പറഞ്ഞാൽ ബാലഭാസ്കർ കേസാണ്. ബാക്കിയെല്ലാം ഞാൻ സംസാരിക്കുക, എനിക്ക് യാതൊരു മടിയും പേടിയുള്ള ആളല്ല. പക്ഷെ അതിലേക്ക് കിടക്കുമ്പോൾ അതിന് ഇമ്പോർട്ടൻറ്റ് കൊടുക്കും. ഈ ഒരു കേസിൽ ജീവിതം മൊത്തം പോയ ഒരാളാണ് ചേട്ടൻ. അത് ശരിയാണ്, അതിന് യാതൊരു സംശയമില്ല. എൻ്റെ കലാപരമായ വർക്കുകളെ പോലും ബാധിച്ചിരുന്നു. കലാഭവൻ്റെ സ്റ്റേജ് ഷോകൾ 18 പീസ് ഓർക്കസ്ട്ര ആയിട്ട് കേരളത്തിൽ പ്രോഗ്രാം ചെയ്യുന്ന ഏക ഗ്രൂപ്പ് ഞങ്ങളാണ്. വേറെ ആർക്കും 18 പീസ് ഓർക്കസ്ട്ര, ലൈവ് ഓർക്കസ്ട്ര, അതിന് പോലും ഒരു 2 കൊല്ലം മുമ്പ് കുറച്ച് പ്രശ്നങ്ങൾ ബാധിച്ചിരുന്നു ഇങ്ങനെ ഈ കേസുമായിട്ട്. പക്ഷേ ഇപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല, പരിപാടി. അപ്പോൾ അപ്പോഴും ഞങ്ങളും എൻ്റെ ആർട്ടിസ്റ്റുമാരും എൻ്റെ ആർട്ടിസ്റ്റുമാർ എന്നോടൊപ്പം 10-60 ആർട്ടിസ്റ്റുമാരുണ്ട്. അവർ ആർട്ടിസ്റ്റും ടെക്നീഷ്യൻ കൂടെ, അവർ മുഴുവൻ എന്നോടൊപ്പം നിന്ന് തന്നെ മുന്നോട്ടേക്ക് പോകുന്ന നമുക്ക് ഈ ബലമൊക്കെ കിട്ടി. അല്ല, എൻ്റെ കൂടെ ഉള്ളതെന്ന് പറഞ്ഞാൽ എൻ്റെ കലാകാരന്മാരാണ്. അവരാരും ഇതിൽ നിന്ന് പിന്മാറിപ്പോയിട്ടില്ല. കാരണം മരിച്ചത് ഒരു കലാകാരനായതുകൊണ്ട് എല്ലാവരും നല്ല സപ്പോർട്ട്. ഇപ്പം ഈ ഒരു പോസ്റ്റിനെ പറ്റി സാറിന് എന്താണ് പറയാനുള്ളത്? ബാലഭാസ്കറിൻ്റേത് പച്ചയായ കൊലപാതകം, ഭാര്യ ലക്ഷ്മിക്കും പങ്ക്. ഇതിപ്പോൾ വൈകുന്നേരം അറിയാലോ ഈ പറഞ്ഞേക്കണ കാര്യങ്ങൾ. ഇത് സത്യമല്ലേ? ഷാജഹാൻ സാറിൻ്റെ ഇൻ്റർവ്യൂ അല്ലേ? അതെ, ഉറപ്പിച്ച് പറഞ്ഞു തന്നെയാണ്. അത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴും ഞാൻ പറയുന്നുണ്ട്, നിങ്ങളുടെ അടുത്തും പറയല്ലേ, ബാലുവിൻ്റേത് ആസൂത്രിതമായ കൊലപാതകം. അതിനാണ് ഞാൻ ടാഗ് ലൈൻ എപ്പോഴും ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. ഈ കേസ് തെളിയുമ്പോൾ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ആസൂത്രിതമായ കൊലപാതകമായിരുന്നു ബാലുവിൻ്റെതെന്ന് തെളിയും. അതിലപ്പുറം ഞാൻ നമ്മൾ പറഞ്ഞു. ചിലപ്പോൾ ലക്ഷ്മി ഇത്രയും ഒരു വർഷത്തിന് ശേഷം സംസാരിക്കുമ്പോൾ പകുതി പേരും ലക്ഷ്മിയുടെ സൈഡിൽ തന്നെ ആയിരിക്കും. കാരണം നഷ്ടപ്പെട്ടത് ലക്ഷ്മിയുടെ കുഞ്ഞും ഭർത്താവും ആണല്ലോ. അവർ പറയുന്നത് സത്യമുള്ളതാണെന്ന് ജനത്തിന് തോന്നിയ. അതെ, അവർ പറയുന്നത് അല്ല, അത് അങ്ങനെ ജനം വിശ്വസിക്കണമെന്നൊന്നുമില്ലല്ലോ. 6 വർഷത്തിന് ശേഷം വന്ന് പറയണല്ലേ, അത് ജനം വിശ്വസിക്കണമെന്നോ ജനം എങ്ങനെ ഉൾക്കൊള്ളണം എന്നൊന്നും നമ്മൾ പറയണില്ല. സ്റ്റീഫൻ ദേവസി എപ്പോഴെങ്കിലും ചേട്ടനെ വിളിച്ചിട്ടുണ്ടോ? ഇല്ല, ഇതിന്റെ പുറകെ പോകണ്ട, ഒന്നുമില്ല, അങ്ങനെ ആരും വിളിക്കില്ലല്ലോ. നമ്മൾ ഇത്ര സ്ട്രോങ് ആയിട്ട് നിൽക്കുമ്പോൾ വിളിച്ചിട്ട് കാര്യമില്ല എന്ന് തോന്നുന്നതുകൊണ്ടായിരിക്കും അവരാരും വിളിക്കാത്തത്. ഇതിനൊപ്പം പിന്നിലും വമ്പന്മാർ തന്നെയാണ്. ഉണ്ട്, 100% ഉണ്ട്. അപ്പോൾ ഒരു പക്ഷേ ഒരു ക്വസ്റ്റ്യൻ കൂടെ ഞാൻ ചോദിക്കുകയാണ്, ചേട്ടൻ ഉദ്ദേശിക്കാൻ പറ്റുന്നതിലും അപ്പുറം ഒരു എമൗണ്ട് ചേട്ടന് ഓഫർ ചെയ്താൽ ചേട്ടൻ ഈ കേസിൽ നിന്ന് മാറുമോ, അതോ മൊഴി മാറ്റി പറയുമോ? ഞാൻ എന്താ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞു, ഞാൻ ഉദ്ദേശിച്ചതിനേക്കാളും കൂടുതൽ ഇപ്പൊ പറഞ്ഞു ചോദിച്ചില്ലേ, ഞാൻ എന്താ ഉദ്ദേശിച്ചത്? ഞാൻ ചോദിച്ചതിന് ആൻസർ പറ. ചേട്ടൻ ഉദ്ദേശിച്ചേക്കാളും കൂടുതൽ എന്ന് പറയുമ്പോൾ ഞാൻ എന്താ ഉദ്ദേശിച്ചെന്നല്ലേ അർത്ഥം? അത് ക്ലിയർ ആക്കണം. ഇല്ല, അല്ല, അത് നടക്കില്ല. അതെന്താ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞ്, അല്ല, അത് ഒരു കണക്ക് പറഞ്ഞേ. അല്ലല്ല, അത് ഞാൻ പറഞ്ഞതിന് ഒരു തർക്കമല്ല പറഞ്ഞേ. ഇപ്പോൾ എന്നോട് ചോദിച്ചു ചേട്ടൻ ഉദ്ദേശിച്ചേക്കാളും കൂടുതൽ ഒരു തുക കിട്ടിയാൽ ഇത് തീർക്കുന്നു. അപ്പം ഞാൻ എന്താ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ മറുപടി പറയാം, വഴക്കായിട്ടല്ല. ഏകദേശം ഒന്ന് പറഞ്ഞേ, ചുമ്മാ ഒന്ന് പറഞ്ഞേ. ഒരു 5 കോടി. 5 കോടി. 25 കിലോ സ്വർണത്തിന് എന്ത് വില കിട്ടും ഇപ്പം? 30 കോടി. കഴിഞ്ഞ ആഴ്ച എൻ്റെ ഓഫീസിൽ കൊണ്ടുവന്ന് എൻ്റെ മാനേജറെ കാണിച്ച ഇത് ഞാൻ സ്ഥലത്തില്ല, ഇത് മേടിച്ച് കാര്യങ്ങൾ അവസാനിപ്പിക്കാം.
അപ്പം ഞാൻ അതിൽ കൂടുതൽ ഞാൻ ഉദ്ദേശിക്കുമോ? വന്നിട്ടുണ്ട്. അതിനൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഇതിനു മുമ്പും വന്നിട്ടുണ്ട്. അതാണ് ഞാൻ എന്തായാലും പൈസയ്ക്ക് ആവശ്യമില്ലാത്ത ആളെന്നൊന്നും പറയണില്ല. എല്ലാവരെയും പോലെ എനിക്കും പൈസയ്ക്ക് ആവശ്യമുള്ള ആൾ തന്നെയാണ്. പക്ഷേ ഈ പൈസ ഞാൻ മേടിക്കില്ല. അത് ഉറച്ച് തന്നെ നിൽക്കുന്ന ആളാണ്, ഉറച്ച് തന്നെ നിൽക്കുന്ന ആളാണ്. ഇനി എന്ത് പ്രശ്നമുണ്ടെന്ന് വന്നാൽ പോലും ഈ കേസ് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് മാത്രം 47 പ്രാവശ്യം തിരുവനന്തപുരത്ത് പോയതാണ്. ഒന്നല്ലെങ്കിൽ ഈ വാർത്തകളുടെ ആവശ്യത്തിന് മറ്റേ കാര്യങ്ങൾ മനസ്സിലാണ്. ഇപ്പം നിങ്ങൾ തന്നെ വിളിച്ചിട്ട് ഞാൻ പോകല്ലേ, ഞാൻ ഇങ്ങോട്ട് വരുമല്ലേ, ഇത് എറണാകുളത്ത് വന്നു, എൻ്റെ ഒരു വർക്ക് കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു പോയതാണ്. തിരിച്ച് വർക്ക് കഴിഞ്ഞിട്ട് തമ്മനത്ത് നിന്ന് തിരിച്ച് എടപ്പള്ളി കഴിഞ്ഞിരുന്നു. അപ്പോഴും വിളിച്ചപ്പോൾ ഞാൻ തിരിച്ചു വരുവായത് അല്ലേ. ഞാൻ ഈ സമയം വരെ നിങ്ങളോട് സംസാരിച്ച് നിങ്ങൾ ചോദിച്ചതിനൊക്കെ ഒരു മടിയും കൂടാതെ പറഞ്ഞ് അതുണ്ടെങ്കിൽ ഈ കേസ് അവസാനം ഞാൻ ജയിപ്പിക്കും. അതുകൊണ്ട് തന്നെയാണ് ഇതിന് നിൽക്കുന്നത്. അതല്ലാണ്ട് ഒരാൾ പത്രസമ്മേളനം നടത്തിയെന്ന് വെച്ചിട്ടുണ്ട് ഞാൻ ഒളിച്ചോടി പോയി പൂട്ടിയിരിക്കാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. എപ്പോൾ വിളിച്ചാലും എന്നെ കിട്ടും. എനിക്ക് മറുപടി ഉണ്ട് പറയാനായിട്ട്, മറുപടി പറയും. ഇല്ലല്ല, അങ്ങനെ വീഴില്ല. അതൊന്നും വീഴില്ല. അതൊക്കെ ആൾക്കാർക്ക് നേരത്തെ മനസ്സിലായിട്ടുണ്ട്. എന്നെ അറിയാവുന്നവർക്ക് അറിയാം അങ്ങനെ ഓഫറിലൊന്നും വീഴില്ലാന്ന്. അത് തന്നെ CBIക്കാരോട് ചോദിച്ചപ്പോൾ പറഞ്ഞ് CBI എൻ്റെ ഡ്രൈവറെ ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ പറഞ്ഞ് ഞാൻ ഏതൊക്കെ മദ്യം കഴിക്കണേ, എന്തൊക്കെ സീർട്ട വലിക്കണേ. അവൻ ആപ്പാടെ ഞെട്ടിപ്പോയി. അവൻ സാറ് ഞാൻ 30 വർഷമായിട്ടാണ് ചേട്ടനറിയാം, ഇന്നവരൊന്നും കഴിച്ചായിട്ട് അറിയാൻ പാടില്ല എന്ന് പറയാം. അല്ല നീ കാണാതെ കഴിച്ചിട്ടുണ്ട്, അങ്ങനെ വരാൻ സാധ്യതയില്ല സാറേ, ഇത് ദൂരയാത്രയ്ക്കൊക്കെ പോകണമല്ലോ, ഒന്നും എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ CBIക്കാരോട് ഒന്ന് വെച്ചേ, നിങ്ങൾ എൻ്റെ ബ്ലഡ് ഊറ്റി എങ്ങനെ വേണമെങ്കിലും പരിശോധിച്ചാൽ ഒരു ആൽക്കഹോളിൻ്റെ അംശം ഒരു പുകയുടെ അംശം എൻ്റെ ശരീരത്തിലില്ല. അങ്ങനത്തെ ഒരു സാധനം ഞാൻ കഴിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ കണ്ട് സത്യമുള്ള അതിൽ നിന്ന് മാറില്ല എന്ന് ഞാൻ പറഞ്ഞു. ഈ ഒരു സാധനം അബോധാവസ്ഥയിലൊന്നും കണ്ട. അപ്പോൾ അവർ തെളിയിക്കാൻ നോക്കണേ തന്നെ ഞാൻ എന്തെങ്കിലും അബോധാവസ്ഥ കണ്ട് സ്വപ്നമായിരിക്കുന്ന അവർ ഓർക്കണേ. ഞാൻ പറഞ്ഞാൽ അങ്ങനെ സ്വപ്നം കാണാൻ പാകത്തിനുള്ള മദ്യമൊന്നും ഉപയോഗിക്കുന്ന ആളല്ല, അതിനുള്ള മണ്ടനുമല്ല. ഞാനെല്ലാം മെൻ്റലായിട്ട് ഫിറ്റായിട്ടുള്ള ആളാണ്. എൻ്റെ എല്ലാ ഹാർട്ടും എല്ലാം റെഡി ആയിട്ട് നിന്നിട്ടല്ലേ നമ്മുടെ മരിച്ചുപോയ KPS ലളിത ചേച്ചിക്ക് ലിവർ മാറ്റി വെക്കാനായിട്ട് ആരും കൊടുക്കാനില്ല, ഭയങ്കര എമൗണ്ട് വെച്ചു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓഫറായിട്ട് തന്നാ. എൻ്റെ ലിവർ കറക്റ്റായിരുന്നു. അപ്പോഴത്തേക്ക് അവർക്ക് സ്വീകരിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് ആയിപ്പോയി. ഒരു കുഴപ്പം എൻ്റെ ആരോഗ്യത്തിന് ഇതുവരെ ഇല്ല, നാളെ ഉണ്ടാവില്ല എന്നൊന്നും പറയണില്ല കേട്ടോ. CBI തെളിയിക്കാൻ നോക്കുന്നത് ചേട്ടൻ മദ്യത്തിന്റെ ലഹരിയിലാണ് എല്ലാം പറയാൻ ശ്രമിക്കുന്നത്. എന്നെ മോശക്കാരനാക്കിയിട്ട് കേസ് ഇല്ലാണ്ടാക്കാൻ അവർ നോക്കും. അത് ബാക്കി നമുക്ക് ഇത് കഴിഞ്ഞിട്ട് സംസാരിക്കാം. Thank you. Okay.